സാറയുടെ ഡെനിമിന്റെ ക്രോപ്പ് ടോപ്പ് ആണത്. വെറമോഡയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3000 രൂപയുടെ 690 ഉള്ളൂ. ഇത് എത്രയാണ് റേറ്റ്? അത് 8000 ആണ്, 1290 വരുള്ളൂ. ഇതും സാറ ബ്രാൻഡിന്റെ തന്നെയാണ് കേട്ടോ. റേറ്റ് ചെയ്ത് 1490. ഇതും 8000 ആ റേഞ്ചിന്റെ ആണ്. സാറയുടെ തന്നെ ഗൗൺ ടൈപ്പ് ആണ്. 3000 റേഞ്ചിന്റെ ആണ് 960 റുപ്പീസ് വരുന്നത് കേട്ടോ. സ്കേർട്ടിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. ഒക്കെ സാറ ബ്രാൻഡിന്റെ ഐറ്റംസ് ആണ് വരുന്നത്. ഇതാ ബെനറ്റിന്റെ ഉണ്ട്, സാറ ഉണ്ട്, US പോളോ ഉണ്ട്. 4490 രൂപ വരെ വെറും 1290 രൂപയ്ക്കാണ് കേട്ടോ കണ്ട. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ബ്രാൻഡ് ഫാബ് ഷോപ്പിന്റെ പേര് പോലെ തന്നെ ബ്രാൻഡാണ്, ബ്രാൻഡഡ് ഐറ്റംസ് ആണ് കിട്ടുന്നത്. എറണാകുളത്താണ് കേട്ടോ. അപ്പം മൊത്തം സർപ്ലസ് ഐറ്റംസ് ആണ്. സർപ്ലസ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി കളക്ഷൻസ്. അതിൽ 4000 രൂപയ്ക്ക് വെറും 900, 950 ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ളു. അപ്പം എറണാകുളത്ത് പാലാരിവട്ടം അവിടെ ഫ്ലൈ ഓവർ ഉണ്ട്. ഈ കാണുന്നതാണ് ഫ്ലൈ ഓവർ. അതിനോട് തൊട്ട് ചേർന്നിട്ടാണ് നമുക്ക് ഈ ഒരു ലിനൻ ക്ലബ്ബ് വരുന്നത്. അതിനോട് തൊട്ട് ചേർന്നിട്ടാണ് നമുക്ക് ബ്രാൻഡ് ഫാബ്. അപ്പോൾ ബ്രാൻഡഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഏത് തരം ബ്രാൻഡഡ്, എത്ര തരം ബ്രാൻഡഡ് ഐറ്റംസ് കിട്ടും, ആർക്കൊക്കെ ഇവിടെ കിട്ടും എന്നുള്ളത് നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. എന്തായാലും വരും. ബ്രാൻഡ് ഫാബിക്ക് എറണാകുളത്താണ് കേട്ടോ. കയറാൻ നമുക്ക് അടിപൊളി ഒരു ഷോപ്പാണ് കേട്ടോ. ഫുൾ നിറഞ്ഞിരിക്കുകയാണ് ബ്രാൻഡഡ് ഐറ്റംസിന്റെ. അപ്പോൾ നമസ്കാരം. ഹായ്, വെൽക്കം. എന്താണ് ഈ ബ്രാൻഡ് ഫാബ്? ബ്രാൻഡ് ഫാബ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡഡ് സർപ്ലസിന്റെ ഡ്രസ്സുകളാണ്. എല്ലാം കിഡ്സ് ഉണ്ട്, ലേഡീസ് ഉണ്ട്, മെൻസ് വെയർ ഉണ്ട്. 2 ഫ്ലോർ ആയിട്ടാണ് നമുക്കുള്ളത്. താഴത്തെ കിഡ്സ്, ലേഡീസ് ഐറ്റംസ്. ഓക്കേ, അപ്പോൾ 2 ഫ്ലോർ ആയിട്ടാണ് ഈ ബ്രാൻഡ് ഫാബ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോർ, ഈ ഒരു ഫ്ലോറിൽ എന്താണ്? ഈ ഫ്ലോറിൽ ഫുൾ മെൻസ് വെയർ ആണ്. മെൻസ് വെയറിന്റെ എല്ലാ ഐറ്റംസും. താഴത്താണോ? താഴത്തെ ലേഡീസ്, കിഡ്സ്. അപ്പോൾ ഈ ബ്രാൻഡ് ഫാബ് ശരിക്കുള്ള ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇടയിൽ പറയാം. പക്ഷേ ഇപ്പോൾ ഇത് ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ മൊത്തം ജെൻസിന്റെ ഐറ്റംസ് ആണ്. നിങ്ങൾക്ക് കണ്ടറിയാം, അത്യാവശ്യം നല്ലൊരു സർപ്ലസ് ഐറ്റംസ്. എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ, നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. പക്ഷേ ഞാൻ ലേഡി ആയതുകൊണ്ട് നമുക്ക് ലേഡീസിന്റെ കളക്ഷൻസിലേക്ക് പോയാൽ. അപ്പോൾ ആ കളക്ഷൻസ് കാണിക്കാനുള്ള മുന്നേ ഞാൻ പേര് ചോദിച്ചില്ല. എന്താ? സഫീല്. ഹായ്, വീവേഴ്സിന്റെ എൻ്റെ ഭാഗം ഒരു സ്വാഗതം. കൊണ്ടുപോകണോ ഞാൻ? അപ്പൊ നമുക്ക് താഴത്തേക്കല്ലേ പോണ്ടത്? ഇത് എന്ത് രസമല്ല, ഇങ്ങനെ ഫുൾ ജീൻസിന്റെ കളക്ഷൻസ്. അടിപൊളി. കുറെ എല്ലാ ബ്രാൻഡ്സ് ഉണ്ടാവും, ഒരുവിധം എല്ലാ ബ്രാൻഡ്സ് ഉണ്ട്. അപ്പൊ ഈ ബ്രാൻഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് താഴത്ത് ചെന്നിട്ട് ചോദിക്കാം കേട്ടോ. ഇവിടെ നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെ നല്ല കിഡ്സ് ഒരു ഫാമിലിനെ തന്നെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അടിപൊളി കേട്ടോ. അമ്മയും അച്ഛനും ഒരു കുഞ്ഞും അല്ലേ. അപ്പൊ ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് താഴത്ത് പോയി വരും. അടിപൊളി കേട്ടോ. ഫുൾ ആദ്യം തന്നെ കിഡ്സിന്റെ ആണ് ഈ പോർഷൻ കാണുന്നത് ഫുൾ അല്ലേ? ഈ സൈഡ് ഫുൾ കിഡ്സ് ആണ്. കിഡ്സിന്റെ ഒക്കെ സർപ്ലസ് തന്നെയാണ്. എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. US പോളോ ഉണ്ട്, ബെനറ്റൺ ഉണ്ട്, ആൺകുട്ടികളുടെ സെക്ഷൻ. ഓക്കെ, ഇതൊക്കെ ആ ഒരു സെക്ഷനില് US പോളോ. പിന്നെ ഏതൊക്കെ ബ്രാൻഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ? US പോളോ ഉണ്ട്, ബെനറ്റൺ ഉണ്ട്, പിന്നെ സാറയുടെ ഉണ്ട്. എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. പെൺകുട്ടികൾക്കും സാറ ബ്രാൻഡിന്റെ ആയിരിക്കുന്ന എല്ലാം പെൺപിള്ളേരുടേതാ, പെൺകുട്ടികളുടെ അല്ലേ? ഓക്കെ. അപ്പൊ കിഡ്സിന്റെ തന്നെ ഒരു നല്ലൊരു ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കാണിക്കാം. പക്ഷെ ലേഡി ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലേഡീസിന്റെ ഇത് ലേഡീസിന്റെ ഒരു സെക്ഷൻ ആണ്. ഇവിടെ എന്തൊക്കെ ബ്രാൻഡാ മെയിൻ ആയിട്ടുള്ളത്? ഇവിടെ സാറ ഉണ്ട്, വെറാമോഡ ഉണ്ട്, നുഷിന്റെ ഉണ്ട്, നുഷ്, അനുഷ്ക. അത്യാവശ്യം നല്ല നല്ല ബ്രാൻഡ്സ് ആണല്ലോ. പിന്നെ ഈ സർപ്ലസ് എന്ന് പറയുമ്പോ എപ്പോഴും ഒരേപോലെ നമുക്ക് കാണില്ല, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. റെഗുലർ ആയിട്ട് സാറൊക്കെ ഉണ്ടാവും ഫുൾ ആയിട്ട് എപ്പോഴും ആ ഒരു ബ്രാൻഡ് ഉണ്ടാവും. പാറ്റേൺസ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അവരൊന്നും നമുക്ക് നമ്മുടെ വ്യൂസിന് ഒന്ന് കാണിച്ചു കൊടുക്കാം. എവിടുന്ന് തുടങ്ങട്ടെ? ബ്രാൻഡ്. പിന്നെ ഇത് എല്ലായിടത്തും കിട്ടില്ല കേട്ടോ. ഈ ഒരു സാറ ബ്രാൻഡ് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്. അത് അവരുടെ ഷോറൂമിൽ മാത്രമേ കിട്ടുള്ളൂ. അതും ആ ഒരു സെയിം പ്രൈസിന്, MRP പ്രൈസിന് തന്നെ എടുക്കണം. പക്ഷെ ഇവിടെ ഭയങ്കര റേറ്റിന് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം റേറ്റ് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ എത്രയാണ് റേറ്റ് വരുന്നത്? 4490. 4490 രൂപ വരെ വെറും 1290 രൂപയ്ക്കാണ് കേട്ടോ കണ്ടത്. അപ്പം 50 അല്ല, അതിനേക്കാളും കുറവ് പെർസെന്റേജിലാണ്. അപ്പൊ അത്രയും റേറ്റ് കുറവിനാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതിപ്പോ വെറാമോഡയുടെ ആണ്. വെറാമോഡയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3000 രൂപയുടെ 690 ഉള്ളൂ. 690 വെറാമോഡയാ? അടിപൊളി കേട്ടോ. റേറ്റ് ഭയങ്കര കുറവാണല്ലോ. ഇതാ പ്രൂഫ് എടുക്കാൻ കാണിച്ചു തരാം. ഇതാ ഇത്രയ്ക്ക് റേറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയ്ക്ക് റേറ്റ് വ്യത്യാസം എങ്ങനെയാണോ നിങ്ങൾക്ക് മുതലവിടെ? അതൊക്കെ നടക്കൂലേ അതിന്റെ ഇടയില്? ഇത് നമ്മൾ മുകളിൽ കണ്ടല്ലേ, ഗൗൺ ടൈപ്പ് ആണ്. മെറ്റീരിയൽ വൈസ് പിന്നെ പറഞ്ഞു തരേണ്ട കാര്യമില്ല. സർപ്ലസ് പ്രോഡക്റ്റ് ആണ്, ബ്രാൻഡഡ് ഐറ്റം ആണ്. അപ്പൊ മെറ്റീരിയലും ക്വാളിറ്റിയുടെ കാര്യം നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽ ഇതാ. ഇത് എത്രയാണ് റേറ്റ്? അത് 8000 ആണ്, 1290 വരുള്ളൂ. എന്റെ പൊന്നെ, 8000 വെറും
എന്താ വെറൈറ്റികളുണ്ട്. പിന്നെ ഇത് എപ്പോഴും ഉണ്ടാവണമെന്നില്ല, ബ്രാൻഡ് എപ്പോഴും ഉണ്ടാവും, പക്ഷെ പാറ്റേണുകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, കാരണം ഇത് സർപ്ലസ് ആയതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പൊ ഇനി കുറച്ചുകൂടി കളക്ഷൻസ് വെറൈറ്റികൾ ഇഷ്ടം പോലെ. ഇതിലിപ്പോ ഗൗൺ സെക്ഷൻ ആണ്. ഇത് ഫുൾ ലെങ്ത് ഉള്ള ഡ്രസ്സുകളാണ്. അതെല്ലാ ബ്രാൻഡിന്റെ ആണ്. റയർ റാബിറ്റ് ഉണ്ട്. ഇതിപ്പോ റയർ റാബിറ്റിന്റെ ആണ്. അതെ. അപ്പൊ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ വെറമോഡ, പിന്നെ സാറ, റയർ റാബിറ്റ്, നിഷ്, ലിവൈസ് ഉണ്ട്. ലിവൈസ് ഓക്കെ. ഇതാണ് ഒരു മോഡൽ വരുന്നത്. റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോ ഞാൻ വേറൊരു കാര്യം ഉണ്ടോ, അത് റീറ്റെയിലാണ്, നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ സിംഗിൾ പീസ് എടുക്കുമ്പോൾ ഡയറക്റ്റ് വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഓൺലൈനായിട്ട് നമ്മളിപ്പോ തുടങ്ങിയിട്ടില്ല, ഭാവിയില്ല. എന്തായാലും നിങ്ങൾ വിളിച്ചോട്ടോ, അവർ തരും നിങ്ങൾക്ക്, ധൈര്യമായിട്ട് നിങ്ങൾ വിളിച്ചോ. വീഡിയോ കോൾ ത്രൂ ആയാലും നമുക്ക് ഈ ഒരു പീസായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിലത്തെ കുറച്ച് കളക്ഷൻസ് നമുക്ക് കാണാം. സാറയുടെ അടുത്തൊരു ഷ്രഗ് മോഡലായിട്ട് വരുന്നത്. റേറ്റും കൂടി എടുത്ത് പറയാം കേട്ടോ. എവിടെ പോയി ടാഗ് പറയൂ, ആളങ്ങോട്ട് മാറി നിൽക്കാം. സിൽവേല എടുത്തോന്ന് പറഞ്ഞിട്ട് റേറ്റ് 1490 ആ റേഞ്ചിന്റെ ആണ്. അപ്പോൾ റേറ്റിനും നല്ല ഡിഫറൻസ് ഉണ്ട്. ബ്രാൻഡഡ് ആണ് കിട്ടുന്നത്. എനിക്ക് ഇവിടുത്തെ അറിയില്ല കേട്ടോ, എനിക്ക് എടുത്ത് കാണിച്ചു തരാം. ഇതിപ്പോ ഫുൾ ലെങ്ത്തിന്റെ ആണ് ഈ സെക്ഷൻ ഫുൾ ലെങ്ത് ആണ്. ഇത് ഷോർട്ട് ലെങ്ത് മീൻസ് ജീൻസിനൊക്കെ ഇടാൻ പറ്റും. ഇപ്പൊ മുട്ട് വരെയൊക്കെയുള്ള സെക്ഷൻ ആണിത്. ഇത് ഈ നടുക്കിരിക്കുന്ന ഒരു മിനിറ്റ് ഇതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇതൊക്കെ അത്യാവശ്യം നല്ല ഐറ്റമാണ് കേട്ടോ. വെറാമോഡ ബ്രാൻഡിന്റെ ആണ്. നമുക്കിത് ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ സെയിം MRP പ്രൈസ് തന്നെ കൊടുക്കേണ്ടി വരും. അവിടെ ആണ് വ്യത്യാസം. ഇവിടെ വരുമ്പോൾ റേറ്റ് ഭയങ്കര ഡിഫറൻസ് ആണ്. അപ്പം നേരിട്ട് എറണാകുളത്തേക്ക് വരുമ്പോൾ നമുക്ക് വീഡിയോ കോളിൽ ചെയ്യണേക്കാളും കൂടുതൽ നല്ലത് നേരിട്ട് വന്ന കുറേ കളക്ഷൻസ് ആണ്. പിന്നെ ഇതൊരു ഫാമിലി ഷോപ്പും കൂടിയാണ് കേട്ടോ. നമുക്ക് ഹസ്ബൻഡ്, വൈഫ്, അതുപോലെ തന്നെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക്, ആണായാലും പെണ്ണായാലും കുഴപ്പമില്ല, എല്ലാവർക്കും ഉള്ളത് ഉണ്ടെന്ന് ഇവിടെ. പിന്നെ എന്താ ഐറ്റംസ് വരുന്നത്? ടീഷർട്ട്സ് ഉണ്ട്. ഇത് മുട്ട് വരയ്ക്കുള്ള ഐറ്റംസ്. ഇതിന്റെ കുറച്ച് കളക്ഷൻസ് ആണ് ഈ കാണുന്നത്. ഒക്കെ റേറ്റ് സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ ഏകദേശം 490 ആ റേഞ്ച്. അതാ സാറ അടിപൊളി സംഭവം കേട്ടോ. ഇതിന്റെ റേറ്റ് കണ്ടോ? റേറ്റ് ഒന്നും ഞാൻ എടുത്ത് പറയില്ല, ഒക്കെ നിങ്ങൾ കണ്ടറിഞ്ഞു അല്ലേ, കണ്ടറിയേണ്ട സംഭവങ്ങളാണ്. പിന്നെ ടീനേജേഴ്സിന് പറ്റിയ സ്ഥലമാണ് കേട്ടോ. നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഇനി വയസ്സായവരാന്ന് പറഞ്ഞിട്ട് വിഷമിക്കണ്ട, അവർക്ക് അടിപൊളി ഗൗണുകൾ ഉണ്ട് അല്ലേ. സർപ്ലസിൽ ഇപ്പൊ സൈസ് വൈസ് അങ്ങനെ എല്ലാം കിട്ടും. ഇപ്പൊ ചിലത് സർപ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലതിൽ സൈസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ എല്ലാത്തിലും സൈസ് ആയിട്ടുണ്ട്. കട്ട് സൈസ് അല്ല, ML XL അങ്ങനെ എല്ലാ സൈസിലും. സാധാരണ അങ്ങനെയാണ്. നമ്മൾ സാധാരണ സർപ്ലസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരേ പാറ്റേണിൽ തന്നെ നമുക്ക് ഫുൾ സൈസ് കിട്ടാറില്ല. മീഡിയം, ലാർജ്, XL അങ്ങനെയൊന്നും കിട്ടാറില്ല. ഒരു സൈസ് എങ്കിൽ ഒരു സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ എല്ലാം സൈസ് അവൈലബിൾ ആണെന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. കുട്ടികൾക്ക്, ടീനേജേഴ്സ്, കോളേജ് ഗോയിങ്സ്, അതുപോലെ തന്നെ അമ്മമാരെല്ലാവരും വന്ന് ധൈര്യമായിട്ട് നമുക്ക് ഇഷ്ടംപോലെ, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഐറ്റംസ് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് ബ്രാൻഡ് ഫാബ്. മറന്നല്ലോ. കളക്ഷൻ ഇതൊക്കെ കാണിക്കുന്നത് ബ്രാൻഡഡ് ആണ്. ബ്രാൻഡഡ് അല്ലാത്തത് ഉണ്ടോ ഇവിടെ? ഇല്ല, ബ്രാൻഡഡ് മാത്രമേ ഉള്ളൂ. മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. ഇതൊക്കെ ഒള്ളി ബ്രാൻഡോ? ഒള്ളി ബ്രാൻഡ് നല്ല ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. ഒള്ളി, വെറമോഡ, അതുപോലെ ഇഷീൻ, സാറ, മെയിനായിട്ട് സാറ ബ്രാൻഡിൻ്റെ ഒക്കെയാണ്. അത് ഷോറൂമിൽ പോകുമ്പോൾ ഞാൻ വീണ്ടും എടുത്ത് പറയാണ്, MRP പ്രൈസ് തന്നെ കൊടുക്കണം. ഇവിടെ ആകുമ്പോൾ അത്രയ്ക്ക് റേറ്റ് ഇല്ല, സിംഗിൾ പീസായിട്ട് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഏരിയ വരുമ്പോൾ എന്താ വരുന്നത്? അത് തന്നെ ഈ മുട്ട് വരെയുള്ള ലെങ്ത്തുള്ള ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് പോകാൻ പറ്റും. ഡ്രസ്സ് ടൈപ്പ് ആയിട്ടുള്ള. പിന്നെ ഇപ്പൊ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈ ജീൻസും ഇതിനേക്കാൾ കൂടുതൽ ഇങ്ങനത്തെ പ്രിഫർ ചെയ്യണത് ഡ്രസ്സുകൾ, സിമ്പിളായിട്ട് ഇട്ട് പോകാൻ പറ്റിയിട്ട്. ഇതിന്റെ ഉള്ളിലേക്കുള്ള ടീഷർട്ടും സംഭവം. ഇതാ ഡ്രസ്സുകൾ, ഇതിന്റെയൊക്കെ റേറ്റ് നോക്കട്ടോ. ഡെനിമിന്റെ ആവുമ്പോ തന്നെ അയ്യോ വെറും 950 അതും ബ്രാൻഡഡിലാ, അടിപൊളിയോ. പക്ഷെ ഇതിന്റെ ഒറിജിനൽ പ്രൈസ് ഒന്ന് പറഞ്ഞു. ഒറിജിനൽ 4000 അത് വെറും 950. അപ്പൊ ഞാൻ പറഞ്ഞത് വെറുതെ അല്ലല്ലോ, അടിപൊളി ഒരു ഷോപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നില്ലേ. വെറൈറ്റി കളക്ഷൻസ്, അത് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ട്. ഇനി നിങ്ങളിങ്ങനെ പിക്ചേഴ്സ് അയച്ചു കൊടുക്കും നമുക്ക്, ഇങ്ങനെ ഇൻസ്റ്റയിൽ പേജ് ഉണ്ട്, ബ്രാൻഡ് ഫാബ് എന്നുള്ള പേജ് അല്ലേ. അതിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. ബ്രാൻഡ് ഫാബ് കൊച്ചി, അതിൽ ഈ അപ്ഡേറ്റ് ചെയ്യും, ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ പുതിയ സ്റ്റോക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ സിംഗിൾ പീസ് ആയിട്ട് കിട്ടും. ഇതും സാറ ബ്രാൻഡിന്റെ ആണ്. റേറ്റ് പറയടോ. ഇത് 960 ഉള്ളൂ. എനിക്ക് തോന്നുന്നൊക്കെ 1200 ഉള്ളിൽ ഒതുങ്ങിയിട്ടുള്ള അധികം കളക്ഷൻസ്, മാക്സിമം 1490 ആ റേഞ്ച് ഒക്കെ അതിന്റെ ഉള്ളിൽ കിട്ടുള്ളൂ. പക്ഷെ എല്ലാത്തിന്റെയും MRP പ്രൈസ് നോക്കുകയാണെങ്കിൽ 4000, 5000, 8000 എല്ലാത്തിലും MRP ഉണ്ടാവും. ഒറിജിനൽ MRP ടാഗ് ഉണ്ടാവും, എല്ലാത്തിലും ഉണ്ടാവും. പിന്നെ ഈ ഒറിജിനൽ
അല്ല എന്നുള്ളതല്ല, ഒറിജിനൽ ആണെന്നുള്ളതിൻ്റെ പ്രൂഫും കൂടി ആണ് ഈ കാണിക്കുന്നത്. നമുക്ക് ടാഗിൻ്റെ ഒപ്പം തന്നെ എല്ലാം ബ്രാൻഡഡ് ഐറ്റംസിന് ഇങ്ങനെ ഒരു ബട്ടൻ്റെ ഒരു ഇതും കൂടി സെപ്പറേറ്റ് വെക്കാറുണ്ട്. എന്തെങ്കിലും മിസ്സിംഗ് ആവുകയാണെങ്കിൽ അത് ബ്രാൻഡഡ് ഐറ്റംസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാത്ത ലോക്കൽ ഐറ്റംസിലൊന്നും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാറില്ല. അതാണ് ബ്രാൻഡഡിൻ്റെ ഒരു തെളിവും കൂടി. അപ്പോൾ ഇത് ബ്രാൻഡഡ്. ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതും ഗൗൺ, ഇത് കഫ്താൻ മോഡൽ കേട്ടോ. ഇതാ കഫ്താൻ, ബട്ടർഫ്ലൈ സ്ലീവ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ. പിന്നെ വെറൈറ്റികളുണ്ട്. പിന്നെ എന്താ ഇപ്പുറത്തെ പോർഷനിലുള്ളത്, ഇത് കുറച്ച് വെസ്റ്റേൺ സ്റ്റൈലിലുള്ള സാധനങ്ങളുടെ ഇങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഉണ്ട്. അത് ഒന്ന് പൊന്തിച്ച് കാണിച്ചു കൊടുക്കണം, അല്ലാണ്ട് അവർക്ക് കാണാൻ പറ്റില്ല. സാറ ബ്രാൻഡിന്റെ തന്നെയാണ് കേട്ടോ. കുറച്ച് വെസ്റ്റേൺ ആയിട്ടുള്ള രീതിയിലായിട്ടുള്ള വരുന്നത്. 3000 റേഞ്ചിന്റെ ആണ്. 960 റുപ്പീസ് വരുന്നത് കേട്ടോ. കേട്ടോ, ഇതിപ്പോ മീഡിയം സൈസ് ആണ്. ഇതിന്റെ സൈസ് ചോദിച്ചാലും ഉണ്ടാവൂലോ അല്ലേ? അപ്പൊ ഇതിൽ അതാ ഞാൻ പറഞ്ഞത്, സർപ്ലസ് ആണ്. കണ്ടാ പെട്ടെന്ന് ഓടി പോകുന്നു. ഇഷ്ടപ്പെട്ട നോക്കുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ട് കിട്ടണമെങ്കിൽ വേഗം വന്നോട്ടെ. പിന്നെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. വെസ്റ്റേണിൽ 2-3 കൂടി കാണിച്ചു കൊടുത്തേ. പിന്നെ വെസ്റ്റേണിൽ വരുന്നത് ഇതുപോലത്തതാണ്, ഷൈനിങ് ഉള്ള ടൈപ്പ്. ഇത് ടോപ്പിൽ വരുന്നത്, ക്രോപ്പ് ടോപ്പിൽ. ടോപ്സിൽ തന്നെ വെറൈറ്റികളുണ്ട് കേട്ടോ. ജീൻസും ഇവിടെ കിട്ടും. ഇപ്പം നമ്മൾ ആദ്യം ടോപ്പിൻ്റെ പോർഷൻസ് ഒക്കെയാണ് കവർ ചെയ്യുന്നത്. ഇത് വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ, നല്ല ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ബ്രാൻഡഡ് ആയതുകൊണ്ട് പിന്നെ പറയേണ്ട കാര്യമില്ല. മെറ്റീരിയലിനെ കുറിച്ച് അത്രയും അടിപൊളി മെറ്റീരിയലാണ് സാറ ബ്രാൻഡ്. കണ്ടോ, ഇത് വേറൊരു ബ്രാൻഡാണ്, മസ്റ്റൻ ഹാർബറിൻ്റെ 490 റേഞ്ച് വരുള്ളൂ. അതും വെസ്റ്റേൺ ടൈപ്പ് തന്നെ. 490 അതും ഇത് കുറച്ച് വലിയ ബിഗ് സൈസ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, അത് ചെറിയ സൈസ് തന്നെ. അത് ആ ഒരു പാറ്റേൺ ആണ്, ലൂസ് ആയിട്ട് കിടക്കുന്ന, ഓവർ സൈസ് ആയിട്ട് കിടക്കുന്ന ഒരു മോഡലായിട്ട് വരുന്നത് അല്ലേ? ഞാനിത് ഇവിടെ തന്നെ ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത് ഷോർട്ട് ടൈപ്പ് മറ്റേ ക്രോപ്പ് ടോപ്പ് ആണ്. ഇത് ഈ കിടക്കുന്ന എല്ലാം ക്രോപ്പ് ടോപ്സ് ആണ്. താഴെ കിടക്കുന്ന എല്ലാം ക്രോപ്പ് ടോപ്പ്. സാറയുടെ ഉണ്ട്, വെറാമോടെ ഉണ്ട്, ഒള്ളിയുടെ ഉണ്ട്, എല്ലാ ബ്രാൻഡിൻ്റെ ഉണ്ട്. വെറൈറ്റി വെസ്റ്റേൺ കളക്ഷൻസ് കൂടുതൽ ഇവിടെ ഉണ്ട്. ഇത് കൂടാണ്ട് എത്നിക്കും ഉണ്ട്. എന്നുവെച്ചാൽ എത്നിക് മീൻസ് അമ്മമാർക്ക് വയസ്സായവർക്കുള്ളതും ഉണ്ട്. നോർമൽ ആയിട്ട് ഒരു ഗൗൺ ടൈപ്പ് ആയിട്ടുള്ളത്, ഷഗ് ടൈപ്പ് ആയിട്ടുള്ളത്, അങ്ങനത്തെ മോഡലും ഉണ്ട് കേട്ടോ. പക്ഷെ കൂടുതൽ വെസ്റ്റേൺ ആണ് വരുന്നത്. അതും ബ്രാൻഡഡ് ഐറ്റംസിൽ. ഇതൊക്കെ ആ ഒരു സാറ്റിന്റെ മോഡൽ, സാറ്റിന്റെ പാറ്റേണിലാണ് വരുന്നത് കേട്ടോ. ക്രോപ്പ് ടോപ്പ് വരുന്നത് സാറ്റിന്റെ ഒക്കെ സാറ ബ്രാൻഡിന്റെ ആണ് വരുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതും ക്രോപ്പ് സൈസുകളാണ്. ഇപ്പൊ സ്മോൾ, മീഡിയം, ലാർജ് അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അല്ലേ? ഇതൊന്ന് പിടിച്ചേ. ഈ ഷർട്ട് ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടത് ക്രോപ്പ് ടോപ്പ് ആയിരുന്നു. ഇപ്പൊ കാണിക്കാൻ പോണത് മൊത്തം ഷർട്ട്സ് ആണ് കേട്ടോ. ഷർട്ട് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ വൈസ് സൂപ്പർ. അതില് വെൽവെറ്റിന്റെയും വരുന്നുണ്ട്. ഇതാ, ഇത് ഷർട്ടല്ല തോന്നുന്നു. ഇത് ഷർട്ടല്ല, ഇത് ഗൗൺ ടൈപ്പ് ആണ്. നമ്മള് മറ്റേ കോട്ട് പോലെ ഇടുന്നത്. ഇത് പാർട്ടി വെയർ ടൈപ്പ്. എനിക്ക് ഇവിടെ ഇങ്ങോട്ട് കാണുന്നില്ല, അത് കാരണം ഞാൻ ചോദിച്ചേ. ഇത് ഷർട്ട് ടൈപ്പിൽ വേറെയും വെറൈറ്റികൾ വരുന്നുണ്ട്. ഷർട്ട് ടൈപ്പ് തന്നെ ഒഫീഷ്യലും ഉണ്ട്, പാർട്ടി വെയറും ഉണ്ട്. ഇപ്പൊ കാഷ്വൽ ആയിട്ട് ഇടാൻ പറ്റിയതുകൊണ്ട് അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ളത് അല്ലേ? അങ്ങനെ എന്താ പറയാ, കൂടുതൽ തിളക്കല്ല. ബ്രാൻഡഡ് ഐറ്റംസ് നോക്കുന്നവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ബ്രാൻഡ് ഫാബ് അല്ലേ? പിന്നെ ഇത് നമ്മൾ ഷർട്ട് കണ്ടു, ക്രോപ്പ് ടോപ്പ് കണ്ടു. പിന്നെ വരുന്നത് ഇത് കിഡ്സിന്റെ ആണ് അല്ലേ? ഓക്കെ, കിഡ്സിന്റെ നമുക്ക് പിന്നീട് കാണാം. നമുക്ക് ജീൻസിൽ ഏത് തരം വെറൈറ്റീസ് വരുന്നുണ്ട്? ജീൻസിൽ ബാഗി ഫിറ്റ് ഉണ്ട്, മോം ഫിറ്റ് ഉണ്ട്, ഇങ്ങോട്ട് കാണിക്കോ? ബാഗി ഉണ്ട്, കാർഗോസ് ഉണ്ട്, പിന്നെ നമുക്ക് ക്രോപ്പ് ആയിട്ടുള്ള വരുന്നുണ്ട്. എല്ലാത്തരം ഉണ്ട്. ലേഡീസിൽ തന്നെ. ഓക്കെ, കാർഗോസ് ടൈപ്പ് ആണ്. ഇപ്പൊ മാം എടുക്കണ എല്ലാം കാർഗോ ടൈപ്പ് ആണ്. ഇത് സൈസസ് എങ്ങനെയാ വരുന്നത്? ഇത് എല്ലാ സൈസിലും ഉണ്ട്. ഇപ്പൊ ഈ സെക്ഷൻ സൈസ് വൈസ് ആണ് ഇപ്പൊ ഇട്ടേക്കണത്. സൈസും അതുപോലെ ബാഗി ആണെങ്കിൽ ബാഗി, ഇത് മോം ഫിറ്റ് ജീൻസ് ആണെങ്കിൽ അങ്ങനെ അത് മിക്സ്ഡ് ആണ്. എന്നാൽ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. വെറൈറ്റികളാണ് കാണിക്കുന്നത്. ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെ വരുന്നത്? ഇത് ഏതാ ബ്രാൻഡ് എന്ന് പറഞ്ഞില്ല? ഇതിപ്പോ ലിവൈസ് ആണ്. ഇപ്പൊ മാം എടുത്തേക്കണ ലിവൈസ് ആണ്. ഇത് 1050. ഇതാ ബ്രാൻഡ് ലിവൈസിന്റെ ആണ്. ഇത് 1050 വരുള്ളൂ. ഇപ്പൊ 4300 ആ റേഞ്ച് വരുന്നതാണ്. 4300 റേഞ്ചിന്റെ വെറും 1250. 1050 ഓൺലി 1050. അപ്പൊ 200 രൂപ കൂടുതൽ പറഞ്ഞു ബിരിയാണിക്കുള്ള കാശ് പറഞ്ഞാട്ടോ. അപ്പൊ ബ്രാൻഡഡില് പിന്നെ അടുത്തത് സൈസസ് ഒക്കെ എങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞാൽ? സൈസ് 26 മുതൽ 40 വരെ ഉണ്ട്. സൈസ് 26 മുതൽ 40 സൈസ് വരെ. സൈസസ് കൂടാണ്ട് കളേഴ്സും ഉണ്ട് കേട്ടോ. അപ്പൊ ബ്ലാക്ക്, വൈറ്റ് ഒക്കെ എന്ന് പറയുമ്പോൾ എപ്പോഴും കിട്ടാത്ത ഒരു കളറാണ്. അതും ബ്രാൻഡഡിൽ കിട്ടുന്നുണ്ട്. ബ്രാൻഡഡിൽ പിന്നെ ഇതില് ഏതൊക്കെ ബ്രാൻഡ് പിന്നെ വരുന്നത്?
ഇതിൽ തന്നെ ഒള്ളിയുടെ ഉണ്ട്, പിന്നെ ഇത് ഇങ്ങനത്തെ പാച്ചസ് ടൈപ്പ് ഉണ്ട്, ലിവൈസിന്റെ തന്നെ പാച്ചസ് ഉണ്ട്. റേറ്റ് കേട്ടിട്ടോ ഞാൻ ഞെട്ടിയത്. 1299 വെറും 1050 റുപ്പീസ് ഉള്ളി. നമുക്ക് നോർമലി ലോക്കലായിട്ട് ഒരു ജീൻസിനെ മേടിക്കണമെങ്കിൽ 900 1000 ആ ഒരു റേഞ്ച് കൊടുക്കണം. അതും ബ്രാൻഡുള്ള ആ റേഞ്ചിന് കിട്ടുമ്പോൾ പിന്നെ എന്തിനാ നമ്മൾ അത് മേടിക്കാൻ പോകണം അല്ലേ? ഇത് ഒള്ളിയുടെ ക്രോപ്പ് ഫിറ്റ് ആണ്, ലെങ്ത് കുറഞ്ഞ ടൈപ്പ്. മറ്റേ ആങ്കിൾ ലെങ്ത് ആയിട്ട് വരുന്നത് അല്ലേ? ഇതാ ഒള്ളി ബ്രാൻഡിന്റെ റേറ്റ് ഇവിടെ ഒക്കെ ഓപ്പൺ ആണ്, ഒക്കെ ട്രാൻസ്പെറൻ്റ് ആണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന 1150 റുപ്പീസ് ഉള്ളി. ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ എറണാകുളത്താണ് കേട്ടോ. എറണാകുളത്ത് കുറച്ചുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പാലാരിവട്ടം അവിടെ ഫ്ലൈ ഓവർ ഉണ്ട്. ഫ്ലൈ ഓവറിന്റെ അടുത്തായിട്ട് ലിനൻ ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് ചേർന്ന് പുറമേന്ന് കാണുമ്പോൾ ചെറിയൊരു ഷോപ്പായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ചെറിയൊരു ഷോപ്പൊന്നല്ല, 2 ഫ്ലോർ ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. ഫസ്റ്റ് ഫ്ലോർ എടുക്കുന്നത് മൊത്തം നമുക്ക് ജെൻസിന്റെ ഐറ്റംസ് ആണ്. അതിൽ ഷർട്ട്, ടീഷർട്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ താഴത്തെ പോർഷനിൽ വരുമ്പോൾ നമുക്ക് മൊത്തം വരുന്നത് കിഡ്സിന്റെ ഐറ്റംസ്. കിഡ്സിന്റെ കുട്ടികൾ, പെൺകുട്ടി ആയാലും ആൺകുട്ടി ആയാലും, അത് കൂടാണ്ട് ലേഡീസിനായിട്ട്. ഈ കിഡ്സിന്റെ എന്ന് പറയുമ്പോൾ എത്ര പൈസ തൊട്ടാ വരാ? കിഡ്സിന്റെ മന്ത് തൊട്ടുണ്ട്, 1 മന്ത് തൊട്ട് 1 മന്ത് 6 മന്ത് മുതൽ 6 മന്ത് മുതൽ. ഓക്കെ. ലേഡീസിന്റെ അടുത്ത കളക്ഷൻ കുറച്ച് ഇത്തിരി ഫ്രീക്ക് ആയിട്ടുള്ള പാച്ചസ് ഒക്കെ ബാഗി, ഹൈ വേസ്റ്റ് ബാഗി അല്ലേ? അതെ. ഇത് ലിവൈസ് ആ ഒരു ബെഗർ ജീൻസ് ആണ്. ഇത് കുറച്ച് ഇത് ബെഗർ ജീൻസ് ആണ്. ഇതാ ബെഗർ എന്താ പോയി അവിടേക്കൊക്കെ എത്തിയിരുന്നു. അപ്പോൾ പക്ഷെ ബ്രാൻഡഡിൽ അതൊക്കെ ഇട്ടാലും ഒരു രസമുള്ള കേട്ടോ കാണുമ്പോൾ. ഒള്ളി ബ്രാൻഡിന്റെ. പിന്നെ ഇങ്ങനത്തെ ട്രാക്ക് പാൻറ് പോലത്തെ, ഇത് ഇപ്പോഴത്തെ ട്രെൻഡ് സാധനമാണ്. ഇങ്ങനത്തെ ഒരു ഇതും ടീഷർട്ടും ആയിട്ട് ഇടുന്ന ഇപ്പൊ ലേഡീസ് അങ്ങനത്തെ ട്രെൻഡിൽ ട്രെൻഡായിട്ട് പോണവർക്ക് ജീൻസ് വിട്ടിട്ട് ഒരു അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സെക്ഷൻ ആയിരിക്കും അല്ലേ? ഇതിൽ തന്നെ വെറൈറ്റികൾ ഉണ്ട്. അതിൽ തന്നെ പല വെറൈറ്റി ഉണ്ട്, പ്രിന്റഡും ഉണ്ട്, പ്ലെയിനും ഉണ്ട്. അതും ഒക്കെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഭയങ്കര നമുക്ക് ട്രക്കിങ്ങിനൊക്കെ പോണെങ്കിൽ നല്ല ലൈറ്റ് വെയിറ്റിൽ വരുന്നത്. ഇനിയിപ്പോ പ്രിന്റ് വേണ്ട, പ്ലെയിൻ വേണമെന്ന് വെച്ചാൽ അതും മതി. അതും ഒക്കെ ഈ കാണിക്കുന്നത് ബ്രാൻഡഡ് ആണ്, അതും മറക്കരുത്. അത് മൈൻഡിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ കാണാൻ. ട്രെൻഡില് അപ്പൊ ഒരു 1500 2000 രൂപ അടിപൊളി ബ്രാൻഡഡ് ടാഗ് ഇല്ല, പക്ഷെ ആ റേറ്റ് ഉണ്ട്. അത് മേടിക്കണവർക്ക് അറിയാൻ പറ്റും ആ ബ്രാൻഡിന് എന്ത് വില ഉണ്ടെന്ന്. അത് ആ ബ്രാൻഡ് മേടിക്കണവർക്ക് അറിയാൻ പറ്റും. സ്ഥിരം യൂസ് ചെയ്യണവർക്ക് അറിയാവുന്ന അതിന്റെ വില എന്താ വ്യത്യാസം വരാന്ന് പുറമേന്ന് മേടിക്കും. പിന്നെ ഓൺലൈനിലായാലും നമുക്ക് എപ്പോഴും ഓഫേഴ്സ് നോക്കി ഇരിക്കേണ്ടി വരും. വല്ല എന്താ പറയാ, റിപ്പബ്ലിക് ഡേയാ, ദീപാവലിയാ, ഓണാ, വിഷു എന്തൊക്കെ നോക്കി ഇരിക്കേണ്ടി വരും. ആ ബ്രാൻഡിൽ എപ്പോഴാണ് ഓഫർ വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അതെ, അപ്പൊ ഒരു പാർട്ടി സെലിബ്രേഷൻ എന്ത് വേണമെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ ഡയറക്റ്റ് ആണ് പോകുന്നത് ഫാമിലി ആയിട്ട് അല്ലേ? അപ്പൊ പ്രിന്റഡിൽ നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ കാണിക്കാനായിട്ട്. കളേഴ്സ് വേണമെങ്കിൽ കളേഴ്സിൽ ഇതാ ഒക്കെ. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, അങ്ങനെ ജീൻസിന്റെ ആ ഒരു വെയിറ്റ് അതിൽ വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് അടുത്ത കളക്ഷൻ ജീൻസിന് തന്നെ വെറൈറ്റികൾ ഒരുപാടുണ്ട്. പിന്നെ പാൻസ് ആയിട്ടുണ്ട്, നമുക്ക് നോർമൽ പാൻസ് ആയിട്ടുണ്ട്. ഇപ്പൊ ഈ ആ ടോപ്സിന്റെ അടിയിലിടുന്ന പാൻസ് ഉണ്ട്. ഇതിപ്പോ ജീൻസിന് പറ്റിയ ടോപ്പുകളാണ്. നേരത്തെ നമ്മൾ കാണിച്ച ജീൻസിന് പറ്റിയിട്ടുള്ള അതും ബ്രാൻഡഡ് തന്നെയല്ലേ? വൈറ്റ് ഒക്കെ ചോദിച്ച് വരാറുണ്ട് കേട്ടോ കുറെ പേര്. അപ്പൊ വൈറ്റിൽ തന്നെ അതാ നല്ലൊരു ഓപ്ഷൻ ഉണ്ട്. ഇതും ബ്രാൻഡഡ് തന്നെ. 790. ഞാൻ ഉറപ്പിച്ചു ഇനി പർച്ചേസിങ് ഇവിടെ നിന്ന് തന്നെയെന്ന്. ഇത് വെസ്റ്റേണിൽ വരുമ്പോ നല്ലൊരു ഇതായിരിക്കും കേട്ടോ. പിന്നെ ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞേ, എനിക്ക് പറയുന്നതാണോ? ഞാൻ പറയണില്ല, അത് അവിടെ വെച്ചോളാം. അറിയില്ല, പക്ഷെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഞങ്ങൾ രണ്ടാളും പറയുന്നില്ല, കണ്ടാ മതിട്ടാ നമ്മള്. ഇതാ ബ്രാൻഡ് പറയാലോ. ബ്രാൻഡ് അതല്ല, ഇപ്പൊ മാം എടുത്തത് സാറയുടെ തന്നെയാണ് തോന്നുന്നു. ഇത് സാറയുടെ തന്നെ. ഇത് ഇങ്ങനെ തന്നെ ഇട്ട് പോകാനുള്ളതല്ല കേട്ടോ. ഇതിന്റെ അടിയിൽ നമുക്ക് പാന്റ് ഒക്കെ ഇടാം. അവ രണ്ടും കൂടി അറ്റാച്ച് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇതും സാറ ബ്രാൻഡിന്റെ തന്നെയാണ് കേട്ടോ. ക്രോപ്പ് ടോപ്പ് വരുന്നത്. ക്രോപ്പ് ടോപ്പിൽ തന്നെ നല്ല ഓപ്ഷൻസ് ഉണ്ട്. സാറയുടെ ഡെനിമിന്റെ ക്രോപ്പ് ടോപ്പ് ആണത്. ഇതിപ്പോ ജാക്കറ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുമല്ലോ. ക്രോപ്പ് ടോപ്പ് അല്ല, ടീഷർട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒരു ടോപ്പ് പോലെ നമുക്ക് യൂസ്, ജാക്കറ്റ് പോലെ. ഇതിൽ തന്നെ കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. ജാക്കറ്റ്സിൽ ഒരു ഇതെല്ലാം ജാക്കറ്റ്സാ, ലേഡീസിന്റെ ജാക്കറ്റ്സ് ആണ്. ഇതെല്ലാം ലേഡീസ് ജാക്കറ്റ്സാ. ജാക്കറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാറേ ഇതുപോലെ കണ്ടോ. ഇത് എത്രയാണ് റേറ്റ് വരുന്നത്? ഞാൻ 1490 രൂപ. അത് മുതലാട്ടോ. നമുക്ക് ഈ കാശെന്ന് പറയുമ്പോൾ അത്രയും
റേറ്റ് ഉണ്ട് ഇത് അത്യാവശ്യം. ഇത് പുറമേ ഒക്കെ നമുക്ക് ഒരു 4000 ആ ഒരു ഇതിൽ MRP പ്രൈസ് എത്രയാണ് പറഞ്ഞത്? 4500. അതാണ് നമുക്ക് 1400 രൂപയ്ക്ക് കൊടുക്കുന്നത്. 1400. അപ്പോൾ ഇതിന്റെ കളർ ചേഞ്ച് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഇത് സർപ്ലസ് ആയതുകൊണ്ട് തന്നെ. പിന്നെ ജാക്കറ്റിൽ ഹൈറ്റ് ഉണ്ടല്ലോ, എന്നാ എടുത്തേ എനിക്ക് ഹൈറ്റ് ഉണ്ടെന്നാ. അങ്ങനെ എടുക്കട്ടെ. ഇത് ഓടി മോഡൽ അല്ലേ, കോട്ടിൽ വരുന്നത് കേട്ടോ. ഇത് കോട്ട് ഓപ്ഷനിൽ വരുന്നത് നമുക്ക് മുകളിലേക്ക് ഇടാനുള്ള ഓപ്ഷൻസിൽ ഇതിൽ വരുന്നത് എത്ര റേറ്റ് വരുന്നത് 1490. അപ്പോൾ ജാക്കറ്റ് വരുന്നത് മൊത്തം എനിക്ക് തോന്നുന്നത് 1490 ആ ഒരു റേറ്റ് വരും കേട്ടോ ജാക്കറ്റിൽ വരുമ്പോൾ. പിന്നെ ഡെനിമിൽ തന്നെ വേറെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, നമുക്ക് ലെങ്ത് ഉള്ളതുണ്ട്. ഡെനിമിൽ ലിവൈസിന്റെ ഉണ്ട്, സാറയുടെ ഉണ്ട്, രണ്ട് ബ്രാൻഡ്. രണ്ട് ബ്രാൻഡ് അല്ല, അതില് നിഷും ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞതാണ്. അതാ പറയാം, സർപ്ലസ് ആകുമ്പോൾ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ബ്രാൻഡ് എപ്പോഴും ഉണ്ടാവും കേട്ടോ, ഡിസൈൻസ് പാറ്റേൺസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അതാണ് വ്യത്യാസം വരുന്നത്. ഇതൊക്കെ ഇപ്പൊ നിഷിന്റെ ആണ് ഈ കിടക്കുന്ന ജാക്കറ്റ് ടൈപ്പ് തന്നെ. അങ്ങട് കാണിക്കേ. ഇത് അത്യാവശ്യം ഇത് ഈ ബ്രാൻഡും സാറയുടെ ബ്രാൻഡ് തന്നെയാണ്. ഒക്കെ മെയിൻ ബ്രാൻഡുകളാണ് ഉള്ളത്. അത് റേറ്റ് കുറവിന് നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. ഇതൊക്കെ ഇപ്പൊ കുറച്ച് തണുപ്പൊക്കെ നിൽക്കുന്ന ടൈപ്പ് ജാക്കറ്റ്സ് ആണ്. അല്ല ഇതിപ്പോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പൊ തന്നെ ഇടും. തണുപ്പൊന്നും വേണമെന്നില്ല അവർക്ക്, സാറ ആയാൽ മതി. ബ്രാൻഡഡ് ആണോ? അല്ല, ഞാൻ പറഞ്ഞത് തണുപ്പത്ത് ഇടാൻ ശരിയാണ്, തണുപ്പത്തും ഇടാൻ പറ്റും. ആ ഒരു മോഡലാണ് ഇതിന്റെ പാറ്റേൺ വരുന്നത്. ഇനി ഇത് കൂടാണ്ട് ഇവിടെ ഉണ്ടല്ലോ ലെതർ. ഇതാ ഇതൊക്കെ ഇത് പറഞ്ഞത് ഇത് ഡെനിമില് പ്രിന്റ് വരുന്ന ടൈപ്പാ. ഡെനിമ തന്നെ പ്രിന്റ് വരുന്ന ടൈപ്പാ. ഇത് ഡെനിമാണ് മെറ്റീരിയൽ, ഒള്ളി ബ്രാൻഡിന്റെ അല്ലേ. ഇതാ ടോപ്സ്, ജാക്കറ്റ്സ്, ക്രോപ്പ് ടോപ്പ്, ടീഷർട്ട്സ്, അങ്ങനെ പല വെറൈറ്റീസും ഇവിടെ വരുന്നുണ്ട്. ഹുഡീസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കാണിച്ചത് മൊത്തം ലേഡീസിന്റെ ആണ്, ലിവൈസ് ബ്രാൻഡിന്റെ ആണ്. ദീപിക പതുക്കോളാണ്, ആ ഒരു എഡിഷനാണ്. അതെ, ഇപ്പൊ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും ഇതേനോ. അതൊക്കെ എടുത്ത് പറയണ്ടേ. ദീപിക പതുക്കോൾ എഡിഷനാണ്, ലിവൈസിന്റെ തന്നെ. പ്രൂഫ് എടുക്കാം. അതെ. അപ്പൊ അങ്ങനെ കുറെ ബ്രാൻഡഡിൽ ഇതിൽ വരുന്നുണ്ട്. ഇത് ഈ സൈഡ് വരുമ്പോ എന്താ ക്രോപ്പ് ടോപ്പ് തന്നെ, എല്ലാം ലിവൈസിന്റെ ക്രോപ്പ് ടോപ്പുകൾ കേട്ടോ. നമുക്ക് ടീഷർട്ട് അല്ല പാൻസിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അങ്ങനത്തെ മോഡൽസ്. പിന്നെ ഈ ഓഫ് ഷോൾഡർ, ഇങ്ങനെ ഡ്രോപ്പ് ഷോൾഡർ, അങ്ങനത്തെ ടൈപ്പ് ഉണ്ട്. ഡ്രോപ്പ് ഷോൾഡർ ഉണ്ട്. ഇതൊക്കെ ബ്രാൻഡഡിലല്ലോ. ഇത് ദീപിക പതുക്കോൾ, ഇത് ലിവൈസാ. അതെ, അതിന്റെ ആ ഒരു ടാഗ് കൂടി കാണിക്കണം. ദീപിക പതുക്കോളാ, ആ ഒരു എഡിഷനാണ്. ഇതിന്റെ ഒക്കെ റേറ്റ് വരുമ്പോ അധികമൊന്നും ഇല്ല കേട്ടോ, വെറും 690 ഉള്ളത്. അത്രേ ഉള്ളൂ. അത് പുറമേ ഉണ്ട് 600, ലോക്കലിൽ തന്നെ ഉണ്ട് 600. അപ്പൊ പിന്നെ എന്തിനാ ആ ഒരു ചോയ്സ് ചെയ്യണം? നമുക്ക് ഇവിടെ ബ്രാൻഡഡ് ഈ ഒരു റേറ്റിൽ കിട്ടുമ്പോൾ പിന്നെ ഈ കട ആദ്യം അറിഞ്ഞിരുന്നില്ല, അറിഞ്ഞെങ്കിൽ നേരത്തോടെ വന്നേ. നമുക്കിങ്ങനെ ഓരോന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കില്ല നമ്മളിങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നുള്ളത്. പിന്നെ എളുപ്പത്തിൽ ആക്സസ് ആണ് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ. ആദ്യമൊന്നും ഇല്ല, നമുക്ക് എടപ്പള്ളിയിൽ അവിടെ നിന്ന് ജസ്റ്റ് കുറച്ച് ഒരു 5 മിനിറ്റിൻ്റെ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. നമുക്ക് ഇവിടെ ഈ ഓവർ ഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് എത്താനായിട്ട് അതിൻ്റെ അടുത്തായിട്ടാണ് ബ്രാൻഡ് ഫാബ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി എന്താണ് വെറൈറ്റി ഉള്ളത്? ഇതും ലേഡീസിൻ്റെ തന്നെയാണ്. ഇത് ലേഡീസിൻ്റെ ഇത് പാൻസ് ടൈപ്പാണ്. ഇതും ഇപ്പൊ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ടോപ്സിന് ഇടാൻ പറ്റിയ പാൻറ്റുകളാണ്. അതിൽ തന്നെ ഇങ്ങനത്തെ പ്രിന്റഡ് ടൈപ്പ് ഉണ്ട്. ഇത് സാറയുടെ ആണ്. ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, സാറ്റൻ. ഇത് സ്കേർട്ടാണ്. ഇത് സാറ്റൻ്റെ മെറ്റീരിയലാണ്. ഇതിങ്ങനെ സൈഡിൽ ഇങ്ങനെ കട്ടൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വരുന്നത്. സ്കേർട്ട് ടൈപ്പ്. പിന്നെ പാൻസ് ജൂട്ട് ലിനൻ ടൈപ്പ് ഉണ്ട്. ഇതും സാറ ബ്രാൻഡിന്റെ തന്നെയാണ് കേട്ടോ. സൈസ് നോക്കാന്ന് വെച്ചാൽ ഒരുവിധം എല്ലാ സൈസസ് ഉണ്ടാവും. മറ്റുള്ളവർക്ക് കിട്ടാത്ത സൈസസ് വരെ ഇവിടെ കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പാൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ഫുൾ വീവിങ് ആണ്. ആ ഒരു വർക്ക് ക്രോസ് സ്റ്റിച്ച് ആണ് കേട്ടോ ഇതിൽ ഫുൾ ചെയ്തിരിക്കുന്ന വർക്ക്. പ്രിന്റ് അല്ല. അപ്പോൾ വാഷ് ചെയ്താൽ പോകാനൊന്നുമില്ല, ബ്രാൻഡഡ് ആണല്ലോ. ചെക്കിൽ വേണമെങ്കിൽ ചെക്കിലുണ്ട്, അങ്ങനെ വെറൈറ്റികളുണ്ട്. പിന്നെ ഈ ഒരു മോഡൽ വരുന്നുണ്ട്. അങ്ങനെ വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് ട്രൗസർ മോഡലായിട്ട് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. ഇതാ സാറ ബ്രാൻഡിൻ്റെ. ഇത് സ്കേർട്ട് ക്രോഷ്യ സ്റ്റിച്ച് ആ ഒരു മോഡലാണ് കേട്ടോ വരുന്നത്. സ്കേർട്ടാണ്. അപ്പോൾ അടിയിലത്തെ ബോട്ടം വെയറിൻ്റെ ഒരു സെക്ഷനാണ് ഈ കാണുന്നത്. മൊത്തം ഒക്കെ ബ്രാൻഡഡിൽ വരുന്ന ഐറ്റംസ്. അപ്പോൾ ഇനി ഈ ഒരു സെക്ഷനും അത് തന്നെയാണോ വരുന്നത്? അതെ, പാൻസിന്റെ ഒരു സെക്ഷനാണ് വരുന്നത്. ഇപ്പൊ ജീൻസിൽ നമ്മൾ അവിടെ കണ്ടുപോലെ പാൻസിന്റെ സെക്ഷനാണ് ഈ ഇരിക്കുന്ന റാക്കും. ഇതെല്ലാം പാന്റാണ്. ഇതും ആ ഒരു സെക്ഷൻ മൊത്തം പാൻസിന്റെ ബോട്ടം വെയറിന്റെ കളക്ഷൻസ് ആണ്.
ഈ ഒരു സെക്ഷൻ മൊത്തം വരുന്നത്. അതിൻ്റെ ഒരു 2-3 എടുത്ത് കാണിച്ചെന്നേ. ചേട്ടന് എടുത്ത് കാണിക്കാൻ മടിയില്ലേ? മടിയല്ലോ. എന്താ ഏതാ എടുക്കണ്ടേന്ന് അറിയില്ല, കുറെ കൂടുതലായ കാരണം എവിടെ നിന്ന് എടുക്കണ്ടേന്ന് ഒരു കൺഫ്യൂഷൻ. അതാണ് പ്രശ്നം. ആ എടുക്കൂ. പെട്ടാ? ലോക്കായി. ആ എടുത്തോ. ഇതൊക്കെ സ്കേർട്ടാണ്. ഇതും സ്കേർട്ടാണ്. തന്നോ ഇങ്ങോട്ട് തന്നോ. ആ സ്കേർട്ടിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. ഒക്കെ സാറ ബ്രാൻഡിന്റെ ഐറ്റംസ് ആണ് വരുന്നത്. ഇതാ ഇതും സാറ ബ്രാൻഡിന്റെ തന്നെയാണ്. വെറൈറ്റികൾ വേണമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി പോന്നോ നിങ്ങള്. ഇത് പാർട്ടി വെയർ ടൈപ്പ് ആണ്. അത് പാന്റ്. ഇത് വെൽവെറ്റിൽ വരുന്ന പാന്റ്. പിന്നെ ഇത് കോട്ടനാ വരുന്നത്. ഇത് കോട്ടൺ. ഇത് കാണുന്നത് സ്റ്റിച്ച് ആട്ടോ, എംബ്രോയിഡറിയുടെ ആ ഒരു സ്റ്റിച്ച് മോഡലാണ്. നമുക്ക് ദൂരത്തുനിന്ന് കാണുമ്പോൾ ഒരു പ്രിന്റ് പോലെ ഫീൽ ചെയ്യും, പക്ഷെ ഫിനിഷിങ് സൂപ്പർ, അടിപൊളി കേട്ടോ. പിന്നെ ഷോപ്പിന്റെ സമയമൊക്കെ എത്ര മണി തൊട്ട് എത്ര മണി വരെ? 10 to 10 എല്ലാ ദിവസവും. രാത്രി 10 മണി വരെ ഉണ്ടോ? അടിപൊളി. ജോലി കഴിഞ്ഞോ ഇങ്ങോട്ട് പോകുന്നു? 6 മണി 7 മണിക്ക് ജോലി കഴിഞ്ഞു? എല്ലാ ദിവസവും ഉണ്ട്. സൺഡേ ഹോളിഡേ അങ്ങനെയില്ല, എല്ലാ ദിവസവും. സൺഡേ 10 മണിക്ക് വരെ ഉണ്ട്. വാവ്, അടിപൊളി കേട്ടോ. അപ്പൊ പിന്നെ എല്ലാ ദിവസവും സെലിബ്രേഷൻ. എപ്പോ നാളെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ? രാത്രി പോകുന്ന പാതിരിക്ക് 9-10 മണി വരെ ഇവിടെ ഞങ്ങൾ ഉണ്ടെന്ന്. നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചിട്ട് വരാൻ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്നേ. എറണാകുളത്ത് ഇങ്ങനെ വന്നാൽ മതി. ആ ലുല്ലൂർ അവിടെ എത്തിയിട്ട് ഒന്ന് ഫോൺ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഓവർഫ്ലയർ അവിടെ എത്തിയിട്ട് ഫോൺ വിളിക്കേണ്ട ആവശ്യമില്ല. അത്രയും എളുപ്പത്തിലാണ്. മെയിൻ റോഡിലല്ലത്, അതേ ഉള്ളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അതാ. ആ പിന്നെ ഈ ഒരു സംഭവം കാണിച്ചില്ല, ഇതെന്താണ്? പാന്റ്. അപ്പൊ ഇതിലേക്ക് പറ്റിയിട്ടുള്ള അടിപൊളി ടോപ്സ് ഉണ്ട്. ഇതിന്റെ റേറ്റ് ടീഷർട്ടിനൊക്കെ പറ്റുന്ന മോഡലാണ്. ഇത് 1390. അത് 3000 ആണ് കേട്ടോ ഈ റേഞ്ച് പറയുന്നത്. അപ്പൊ റേറ്റ് വൈസ് നോക്കുമ്പോഴും ഭയങ്കര ഡിഫറൻസ് വരുന്നത്. ഇതൊക്കെ 850 ഉള്ളൂ കേട്ടോ. എന്താ വെറും 850. അപ്പൊ സിംഗിൾ ആയിട്ട് കിട്ടും. നമുക്ക് ഒരു ഒറ്റ പീസ് വേണമെന്ന് വെച്ചാൽ പോകുന്ന പാതിരക്കായാലും കേട്ടില്ലേ? 10 മണി കഴിഞ്ഞ വരണ്ട ബിരിയാണി മേടിച്ചിരുന്നത്, അല്ലെങ്കിൽ അവർക്ക് രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നവർക്കൊക്കെ ആണെങ്കിൽ. അപ്പൊ ലേഡീസിന്റെ ഒരു വെറൈറ്റി തന്നെ ഈ ഒരു മൊത്തം കൗണ്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുൾ ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. അതിൽ ബ്രാൻഡഡ് എന്ന് പറയുമ്പോൾ വെരമോഡ, ലിവൈസ്, നിഷ, പിന്നെ സാറ, പിന്നെ സാറ, പിന്നെ ഇതൊരു അങ്ങനെ കുറച്ച് ബ്രാൻഡഡ്, കുറച്ച് എന്ന് പറഞ്ഞാൽ കുറച്ചധികം ബ്രാൻഡഡ് തന്നെയാണ്. അതും അഫോർഡബിൾ റേഞ്ചിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. നമ്മൾ കുറേ പണ്ടൊക്കെ ഞാൻ എൻ്റെ കഥ പറയണം കേട്ടോ. പണ്ടൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ബ്രാൻഡഡ് ഐറ്റംസിൻ്റെ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ റേറ്റ് കേൾക്കുമ്പോൾ 4000-3000 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് മേടിക്കാൻ തന്നെ പോകാനായിട്ട് ഒരു പേടിയാണ്. പക്ഷേ ആ ഒരു 3000-4000 രൂപയ്ക്ക് നമുക്ക് അതിനേക്കാളും ഇരട്ടിക്ക് ഡ്രസ്സ് ഇവിടെ നിന്ന് കിട്ടും. എവിടെ നിന്ന്? ബ്രാൻഡ് ഫാമിലി. അതെ. പിന്നെ എത്നിക് വെയറിന്റെയും കുറച്ച് കളക്ഷൻസ് ഇവിടെ ഉണ്ട് അല്ലേ? കുറച്ച് ലേഡീസിന്റെ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. അത് ആലിയ കട്ട്, അങ്ങനെ എല്ലാ തരം മോഡൽസ്, വി നെക്ക്, ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള. അപ്പോൾ പുതിയ ട്രെൻഡി കളക്ഷൻസും ഇവിടെ വരുന്നുണ്ട്. അതും പ്രീമിയം ക്വാളിറ്റിയിലാണ് കേട്ടോ വരുന്നത്. അടിപൊളി അല്ലേ? ഇത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇതായിട്ടുണ്ട്, ടോപ്പും അടിയിലേക്ക് ഷ്രഗ് ടൈപ്പ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഷ്രഗ് ടൈപ്പ് ആയിട്ട് വരുന്നത്. ഗൗൺ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഇത് അറ്റാച്ചബിൾ അല്ല. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ഷ്രഗ് ടൈപ്പ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. അതിന്റെ ഒരു 2-3 ഇതിന്റെ തന്നെ ഇപ്പൊ പാന്റ്സും ഷോളും വരും കേട്ടോ. സെറ്റ് ആയിട്ടാണ്. 3 പീസിന്റെ ഇതിന്റെ സെറ്റ് ആയിട്ടാണ് പാന്റും ഷോളും വരും. പിന്നെ ഇത് ഗൗൺ മോഡൽ ആയിട്ട് ഇതിനകത്ത് സ്ലീവ് ഉണ്ട്, ഉള്ളിൽ സ്ലീവ് ഉണ്ട്. സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ സ്ലീവ് വെക്കാൻ പറ്റും, അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നല്ലേ? അതെ. ഓക്കെ. ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് കിട്ടും. അതുപോലെ ഫാബ്രിക്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി സൂപ്പറാണ്. മസ്ലിന്റെ ഫാബ്രിക് ആണ് വരുന്നത്. ഇത് ആലിയ കട്ടിൽ ഇപ്പോൾ ട്രെൻഡി ആയിട്ടുള്ള കുറേ വന്നിട്ടുണ്ട്. ഇത് ഗൗൺ മോഡൽ. ഇത് ഗൗൺ മോഡലാണ്. ഇതൊക്കെ നല്ല വർക്കുള്ള മോഡലാണ്. ഇപ്പോഴത്തെ നടുക്കിൽ ഇങ്ങനെ ഒരു കട്ടൊക്കെ ആയിട്ടുള്ളത്. അതില് സറാറ മോഡലായിരിക്കും മിക്കതും. പാൻറ് വരുന്നത്. പിന്നെ ഫാബ്രിക്കിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ പ്രീമിയം ക്വാളിറ്റി. ഇത് സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സ് പോലെയാണ്. അപ്പ് ആൻഡ് ഡൗൺ സ്റ്റൈലാണ് വരുന്നത്. ഹൈലോ സ്റ്റൈലാണ് അടിയിൽ വരുന്നത്. നടുക്കിൽ ഇങ്ങനെയൊക്കെ ഒരു വർക്കായിട്ടുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇത് മാലിയിൽ വീനെക്ക്. അടിപൊളി കേട്ടോ. കോട്ട് സെറ്റിൽ ഇനിയും കളക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ കളർ ചേഞ്ച് ചോദിച്ചാൽ അതും ഉണ്ട് കേട്ടോ. ബ്ലാക്കിൽ വരുന്നുണ്ട്. പിന്നെ അത് കുറച്ച് ലോങ് ആയിട്ടുള്ള കോട്ട് സെറ്റ് ആണ്. ഇപ്പോഴത്തെ ട്രെൻഡ് സാധനമാണ്. ഇതിന്റെ ഒപ്പം ഇങ്ങനെ ഇതിന്റെ സെറ്റ് ആണ്. അതെ, അതിന്റെ സെറ്റ് ആണ്. ഇത് നെക്കിൽ വേണമെങ്കിൽ നെക്കിൽ ഇടാം, അരയിലേക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും ഇടാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമുള്ള കോട്ട് സെറ്റിൽ വരുന്നത് പുതിയ ട്രെൻഡി ആയിട്ടുള്ള കുറച്ച് വെസ്റ്റേൺ ടൈപ്പ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ കേട്ടോ. പിന്നെ
അതും ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഒക്കെ പ്രീമിയം വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. നേരത്തെ കണ്ട കോട്ട്സെറ്റിൽ തന്നെ കളർ ചേഞ്ച് ആയിട്ട് വരുന്നത്. ഇതൊന്നും അധികം റേറ്റ് ഒന്നുമില്ല. എത്രയാണ് വരുന്നത്? ഇത് റേറ്റ് നിങ്ങൾ തന്നെ നേരിട്ട് വന്നിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. റേറ്റ് ഞാൻ പറയുന്നില്ല, എന്തായാലും റീറ്റെയിലാണ്. പക്ഷേ ഇത് വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ അപ്പം തന്നെ കയ്യോടെ പോവും. അപ്പോൾ ഇതൊക്കെ വരുന്നത് നമുക്ക് എത്നിക് വെയറിൻ്റെ കുറേ വെറൈറ്റി കളക്ഷൻസ് ആണ്. ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. ഇതാ ആലിയ കട്ടിൽ തന്നെ വരുന്ന കളക്ഷൻസ്. ഇത് സൂപ്പറാണ്. സിൽക്കി റഷ്യൻ അമേരിക്കൻ സിൽക്ക് ഒക്കെ ഇല്ലേ, ആ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. രണ്ട് സെറ്റ് ഉണ്ടോ? പാന്റും അതിന്റെ ടോപ്പ്. അതെ, ക്രോപ്പ് ടോപ്പ്, വെസ്റ്റേൺ ടൈപ്പ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ കേട്ടോ. ഇത് ബലൂൺ സ്ലീവിൽ ഇങ്ങനെ സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന ഒരു കളക്ഷൻ എന്തായാലും ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ. അപ്പോൾ ഇങ്ങനെ എത്നിക് വെയർ കൂടാണ്ട് വെസ്റ്റേൺ വെയർ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് കിഡ്സിന്റെ ബ്രാൻഡഡ് തന്നെയാണോ? ഓക്കെ, കിഡ്സിന്റെ വരുന്നത് നമുക്ക് ഈ ഒരു സെക്ഷനിലാണ് വരുന്നത്. അതിൽ നമുക്ക് ആദ്യം ആൺകുട്ടികളെ വെച്ച് തുടങ്ങാം. ആൺകുട്ടികൾ ഇതിപ്പോ US പോളോ ഉണ്ട്, ബെനറ്റൺ ഉണ്ട്. ടീഷർട്ട്സിലാണെങ്കിലും ഇപ്പൊ സാറയുടെ കാർഗോ ടൈപ്പ് ഉണ്ട്, പിന്നെ ജീൻസ് ടൈപ്പ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയാ, ഈ ബ്രാൻഡ് ഫാബ് എന്ന് പറയുമ്പോൾ പഴയ കടയൊന്നല്ല, പുതിയ തന്നെയാണ്. ഇതിപ്പോ ലേഡീസും കിഡ്സും നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. മോളിൽ ആദ്യമേ ഉണ്ടായിരുന്നു. അത് എത്ര കൊല്ലായി? 1.5 വർഷമായി. 1.5 വർഷമായി മോളിൽ തുടങ്ങിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളതാണ് നമുക്ക് ലേഡീസ്. 1 മന്ത് ആയിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ട് 1 മന്ത് ആയിട്ടില്ല. കിഡ്സിനും അതുപോലെ ലേഡീസിന്റെ താഴത്തെ ഫ്ലോർ, അതും ബ്രാൻഡഡ് സർപ്ലസ് ഐറ്റംസ് ആണ് കൂടുതൽ ഇവിടെ കിഡ്സിന്റെ. എല്ലാം ഉണ്ട്, ജാക്കറ്റ്സ് ഒക്കെ ഉണ്ട്. ജാക്കറ്റ്സ് ഒക്കെ കിഡ്സ് സർപ്ലസ് അങ്ങനെ കുറവുണ്ട്. ഇപ്പൊ ഇത് ജാക്കറ്റ്സ് ഒരുപാടുണ്ട് കിഡ്സിൽ തന്നെ. പെപ്പയുണ്ട്, ബെനറ്റൺ. കുട്ടികൾക്ക് തന്നെ നല്ലൊരു കളക്ഷൻസ് ഉണ്ട് അല്ലേ, അത്യാവശ്യം. അതും ഇതൊക്കെ റേറ്റ് വരുമ്പോൾ നമുക്ക് 3000 ആണ് വരുന്നത്. പക്ഷേ നമ്മൾ കൊടുക്കേണ്ടത് 3000 ഒന്നുമല്ല, വെറും 1290 റുപ്പീസ്. അതില് ബെന്റിന്റെ അതിൽ റേറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര മാറ്റങ്ങളുണ്ട് കേട്ടോ. നമ്മൾ പുറമേ അതുപോലെ തന്നെ ഷോറൂമിൽ പോയി മേടിക്കുന്ന കളക്ഷനേക്കാളും നല്ല നല്ല വ്യത്യാസമുണ്ട്. ഇതൊക്കെ ചെറിയ കുട്ടികൾക്കുള്ളത്. അതിന്റെ വലിയ സൈസ് വരുന്നത് വലിയത് എത്ര സൈസ് വരെ? 13 വയസ്സ്, 10 വയസ്സ്, എല്ലാ സൈസും ഉണ്ട്. ചെറിയ 4 വയസ്സ്, 3 വയസ്സ്, എല്ലാ സൈസിലും ഉണ്ട്. ജാക്കറ്റിന്റെ മാത്രമാണ് ഈ ഒരു സെക്ഷൻ ഇത്ര, ഈ ഒരു കൗണ്ടർ മൊത്തം വരുന്നത് അല്ലേ? അതെ, ഇവിടം വരെയൊക്കെ ഇത് ഫുൾ. അതില് പല മോഡൽസ് ഉണ്ട്, എല്ലാ സൈസിലുമാണ് കിടക്കുന്നത്. പിന്നെ ഒക്കെ ഒരു ജാക്കറ്റ് എന്നൊക്കെ പറയുമ്പോ ബ്രാൻഡഡില് 1000-1250 എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി. നമ്മൾ നോർമൽ തന്നെ ഒരു ജാക്കറ്റ് മേടിക്കുമ്പോൾ തന്നെ റേറ്റ് ഉണ്ട്, ഈ ഒരു 1000 റേറ്റ് പുറമെ തന്നെ ഉണ്ട്. അപ്പോൾ കുട്ടികളുടെ ജാക്കറ്റായി അതുപോലെ തന്നെ ഇത് മൊത്തം ആൺകുട്ടികളുടെ ബോട്ടം വെയറിന്റെ സെക്ഷൻസ്. അതിൽ പലതരം ജീൻസുകൾ വരുന്നുണ്ട്. ജീൻസ് ഉണ്ട്, കാർഗോസ് ഉണ്ട്, പാൻസ് ഉണ്ട്. ഇത് ബെനറ്റന്റെ ഉണ്ട്, സാറ ഉണ്ട്, US പോളോ ഉണ്ട്. US പോളോ, പിന്നെ ഇതാ ബെനറ്റൻ, UCB, സാറ. ഇതൊക്കെ അധികം റേറ്റ് ഇല്ല, വീണ്ടും വീണ്ടും എടുത്ത് പറയാണ് കേട്ടോ. ഇതാ റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് only 750 റുപ്പീസ് കേട്ടോ. 80 to 24 മന്തിന്റെ സാറയുടെ പാന്റാണ്. ചെറിയ കുട്ടികൾക്കും ബ്രാൻഡഡ് അത് പഠിപ്പിക്കുക നമ്മളല്ലേ, കുട്ടികൾക്ക് വരെ വരുന്നുണ്ട്. അപ്പം ചെറിയ കുട്ടികളുടെ സെക്ഷനാണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. ഇത് നേരത്തെ കണ്ടത് കുറച്ച് വലിയ കുട്ടികൾക്കുള്ളതാണ് ഈ ഒരു ജീൻസിൻ്റെ ഒരു സെക്ഷൻ വരുന്നത്. ഇതാ ബോട്ടം വെയറിൻ്റെ സെക്ഷൻ. പിന്നെ ഷർട്ട്സും വരുന്നുണ്ട്. ഇതാ ഇതൊക്കെ കാണിക്കുന്നത് ബ്രാൻഡഡ് തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ 0 ഇയറിന്റെ ആണ്. അയ്യോടാ, 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആണ് ബെനറ്റന്റെ പാന്റ്. ഇതിൽ തന്നെ ഒരുപാട് ഇതൊക്കെ അതിന്റെ കളക്ഷൻസ് വരുന്നത് അല്ലേ? അതെ, ജീൻസുകള്, ഷർട്ടുകളാണ്. ഇതിപ്പോ ബെനറ്റന്റെ ആണ്. ബെനറ്റന്റെ ഉണ്ട്, US പോളോയുടെ ഉണ്ട്, ഈ 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ. അതേപോലെ തന്നെ ടീഷർട്ടും ഉണ്ട്. ഇതിപ്പോ ഷർട്ട്, അതിന്റെ തന്നെ റൗണ്ട് നെക്ക് ടീഷർട്ടും ഉണ്ട്. ടീഷർട്ട് ലോങ് സ്ലീവ്, ഷോർട്ട് സ്ലീവ് അങ്ങനെ എല്ലാതും ഉണ്ടല്ലേ? അതെ. ഇത് ഇവിടേക്ക് കാണിക്കൂ. ഇതാ ഇത് ലോങ് വരുന്നത്, അതുപോലെ തന്നെ ഷോർട്ട് സ്ലീവ്സ് വരുന്നത് ഒക്കെ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ്. സ്റ്റാർട്ടിംഗ് സൈസ് ആണ് 0, അതായത് 1 വയസ്സിൽ താഴെ. പിന്നെ അതിന്റെ മേളിലേക്ക് ഇവിടെ നിന്നാണ് ശരിക്കും തുടങ്ങണത്. കുട്ടികൾ ചെറിയ 0 തൊട്ട് അങ്ങോട്ട് അങ്ങനെ വലിയ ഇതിലേക്ക് അങ്ങനെ കയറി പോണത് അല്ലേ? പിന്നെ ഇത് 13-14 വയസ്സ് ഷോർട്സും വരുന്നുണ്ടോ? ഷോർട്സ് ഉണ്ട്, ജീൻസും ഉണ്ട്. ഷോർട്സും ജീൻസും അതുപോലെ അതും ബ്രാൻഡഡ് തന്നെയല്ലേ? അതെ അതെ, വിട്ടിട്ടുള്ള ഒരു കളിയില്ല. അതാണ് സൂപ്പർ. അപ്പോൾ ഷോർട്സും വരുന്നുണ്ട്. അതിൽ കോട്ടന്റെ വരുന്നുണ്ട്, ജീൻസിൻ്റെ വരുന്നുണ്ട്, അങ്ങനെ പ്രിന്റഡിൽ വരുന്നുണ്ട്, പ്ലെയിനിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇരിക്കണം, നമുക്ക് അതൊക്കെ പിന്നെ ഇതിങ്ങനെ സെക്ഷൻ ആണ്, ഓരോ സൈസാണ്.
ഓക്കെ. ഓരോ വയസ്സിന്റെയാണ്. അതായത് ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികളോട് 13-14 വയസ്സുള്ള അതെവിടെ വരയ്ക്ക് പോകും? ഇത് ഇങ്ങനെ കയറി 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 ഇങ്ങനെ പോകും. ആ അറ്റ ലാസ്റ്റ് വരെ ഉണ്ട്. ആ അറ്റം വരെ മൊത്തം ബോയ്സിന്റെ വരുന്നത് അല്ലേ? അതെ. അപ്പൊ ഇത് വലിയ കുട്ടികൾക്കുള്ളത് കോളർ ടീഷർട്ട് ടീഷർട്ടുകൾ കേട്ടോ. ഇതാ ഇതിന്റെ ഒക്കെ റേറ്റ് ഒക്കെ ഏകദേശം എത്ര വരും? 690, 590 ആ റേഞ്ച് ഒക്കെ ഉള്ളൂ. ബ്രാൻഡഡിലാണ് കേട്ടോ പറയണത്. 690 എന്നൊന്നും പറയുമ്പോ ഒന്നും അല്ല. ഇത് ഹുഡീസ് ഫുൾ സ്ലീവ് ടീഷർട്ടാണ്. ജാക്കറ്റ് നടുക്കില് സിബ് ഉള്ളതുണ്ട്, സിബ് ഇല്ലാത്തതുണ്ട്, ഹുഡീസ് ഉണ്ട്, ക്യാപ്പ് ഉള്ളതുണ്ട്, ക്യാപ്പ് ഇല്ലാത്തതും ഉണ്ട്, ലോങ് സ്ലീവിലും വരുന്നുണ്ട്. അതും കുട്ടികളുടെ ചെറുത് തൊട്ടുണ്ട്. 3 വയസ്സ് 1 വയസ്സ് തൊട്ടൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഓ വാവ്, കണ്ടോ. പിന്നെ ഇത് കളേഴ്സും നല്ല അടിപൊളി കളേഴ്സും ഒക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഹുഡീസിൻ്റെ ആ ഒരു സെക്ഷനാണ് വരുന്നത്. ഇത് ടീഷർട്ടിൻ്റെ സെക്ഷൻ വരുന്നത്. പിന്നെ വരുന്നത് ഷർട്ടിൽ തന്നെ പേസ്റ്റലുണ്ട്, ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്, പ്രിന്റ് ഉണ്ട്, പ്രിന്റ് ഇല്ലാത്തതുണ്ട്, US പോളോ. അതിൻ്റെ റേറ്റ് വരുമ്പോൾ 690 റുപ്പീസ്. അതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് 1300 റുപ്പീസാണ്. ഇതാ അപ്പോൾ റേറ്റും ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട് റേറ്റിനും. 3 to 4 ഇയറിന്റെ സാറയുടെ ഷർട്ടാണ്, കോട്ടറൈ ടൈപ്പ് ഷർട്ടാണ്. ഇനി മൊത്തം ഫാമിലി സാറ ആയിക്കോ അല്ലേ? അപ്പൊ സാറ ബ്രാൻഡ്. അപ്പൊ അതിൽ കൂടാണ്ട് ടീഷർട്ടിന്റെ അല്ല ഷർട്ട്സിന്റെ തന്നെ ഇത്രയും അധികം കളക്ഷൻസ്. കുട്ടികളുടെ ട്രാക്ക് സൂട്ട് ഉണ്ട്. ഇത് ഗേൾസിന്റെ ജീൻസ് ആണ്. സൈസ് വൈസ്. അപ്പൊ ബോയ്സിന്റെ അല്ലേ ഈ പിന്നിലിരിക്കുന്നത്? ഇല്ല, ഇതെല്ലാം ഗേൾസാ. ഇതെല്ലാം ഗേൾസാ. ഇതൊക്കെ ഗേൾസാ. ഗേൾസിന്റെ എങ്ങനെയാ ഇത് വരുന്നത്? ബ്രാൻഡ് ഏതൊക്കെ വരുന്നത്? US പോളോ ഉണ്ട്, ബെനറ്റൺ ഉണ്ട്, സാറ ഉണ്ട്. ഇതുപോലെ തന്നെ ജെന്റ്സ് ഈ ഗേൾസിലും ഉണ്ട്. ഗേൾസിലും വരുന്നുണ്ട്. രണ്ടാളെ അങ്ങനെ മാറ്റി നിർത്തുന്നില്ല, രണ്ടും ഒന്നിന്റെ ആണ്. ഓക്കെ. അപ്പൊ ഇതൊക്കെ ഷർട്ട്സിൽ വരുന്നത്. പിന്നെ ട്രാക്ക് പാൻസ് അങ്ങനത്തെ സംഭവം ഡെയിലി വെയർസിനൊക്കെ പറ്റിയിട്ടുള്ളത്. അതും ബ്രാൻഡഡ് തന്നെയല്ലേ? ബ്രാൻഡഡ് തന്നെ. US പോളോ, ബെനറ്റൺ. ഇതിപ്പോ US പോളോടെ ഇതിപ്പോ 1400 റേഞ്ച് വരുന്നത് 690 ആ റേറ്റ് വരും. 690. അപ്പൊ അതിന്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഈ കാണുന്നത് മൊത്തം നമുക്ക് ഡെയിലി വെയറിനുള്ള ഡെയിലിയാ നമുക്ക് വീട്ടിലെ പുറത്ത് എവിടെ വേണമെങ്കിലും, അത് നമ്മുടെ ഇഷ്ടമല്ല. പിന്നെ വരുന്നത് ബോയ്സിന്റെ, ഇത് ഫുൾ ഗേൾസിന്റെ. ഇവിടെ നമ്മുടെ ഗേൾസിന്റെ ഇത് ബോയ്സിന്റെ തന്നെ ഷോർട്സ്. വലിയൊരു കളർ. നമ്മൾ നേരത്തെ അവിടെ ഫസ്റ്റ് കണ്ടത് ചെറുതായിരുന്നു കേട്ടോ. അത് 14 വയസ്സ്. നമ്മൾ ചെറുത് കണ്ടത് അതിന്റെ വലിയ സൈസുകളാണ് കേട്ടോ ഈ കാണുന്നത്. കോട്ടണിൽ വരുന്നുണ്ട്, പ്രിന്റ് വരുന്നുണ്ട്, പ്ലെയിൻ വരുന്നുണ്ട്, ജീൻസിൽ വരുന്നുണ്ട് ഒക്കെ. ഇത് US പോളോ, ഇതും US പോളോ. അപ്പോൾ അതിൽ സൈസസ് ഒക്കെ നിങ്ങൾ നേരിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. കാരണം സിംഗിൾ പീസ് ആയിട്ട് കിട്ടും. ട്രയൽ റൂം ഉണ്ട്, വന്ന് ഇട്ട് നോക്കി ഇഷ്ടപ്പെട്ടത്. ഗേൾസിന്റെ തന്നെ വെസ്റ്റേൺ വെയറില് വെസ്റ്റേണും ഉണ്ട്, നോർമൽ ഫ്രോക്ക് ടൈപ്പും ഡ്രസ് ആയിട്ട് ഇടാൻ പറ്റുന്ന ഇതൊക്കെ നമുക്ക് ഷർട്ട്സിൽ വരുന്നത്. അതുപോലെ നോർമൽ ആയിട്ടുള്ളതൊക്കെ ബ്രാൻഡഡ് ഐറ്റംസിൽ വരുന്നത്. ഇതൊക്കെ ടീഷർട്ടുകളാണ് വരുന്നത് കേട്ടോ. ഇത് ഫുള്ള്. പിന്നെ വരുന്നത് ഇവിടെ ടോപ്സുകൾ, ജീൻസിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ടോപ്സുകൾ. ഇതിലും ആ സെയിം ബ്രാൻഡ്. ഇതും അതേപോലെ തന്നെ സൈസ് വൈസ് ആണ്. ഇതിപ്പോ എല്ലാ സൈസും ഉണ്ടാവും. സാധാരണ അതാ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ സർപ്ലസിൽ അല്ലെങ്കിൽ ബ്രാൻഡഡ് ഐറ്റംസിൽ നോർമലി നമുക്ക് എല്ലാം സൈസസ് അങ്ങനെ ഒരേ പാറ്റേണിൽ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ? സർപ്ലസ് എപ്പോഴും മാറി മാറി നിൽക്കും. പക്ഷെ ഇവിടെ വന്നപ്പോൾ സെയിം ഇങ്ങനെ ഒരുപോലത്തെ കാണുമ്പോഴേ അപ്പൊ സൈസസ് ഏത് വേണമെങ്കിലും കിട്ടും. കുട്ടീനെ കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ അതാ ഈ ഒരു മോഡൽ ജീൻസിന്റെ ഇതൊക്കെ എപ്പോഴും ട്രെൻഡ് തന്നെയാണ്. ഇതൊന്നും ഒരു കാലത്ത് പോവില്ല. ജംപ് സൂട്ട് അതൊക്കെ only 790. അയ്യോ, ഞാൻ എൻ്റെ മോൾക്ക് 1200 റുപ്പീസോ കൊടുത്ത് മേടിച്ചത്. അതും ബ്രാൻഡഡ് അല്ലാത്തത്. പെട്ടില്ലേ? ഇതാ ആദ്യം അറിഞ്ഞില്ലല്ലോ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്നുള്ളത്. അപ്പൊ ഈ ഒരു സെക്ഷൻ വരുന്നത് ടീഷർട്സ് ഉണ്ട്. ഗേൾസിന്റെ തന്നെ ടീഷർട്സ് ഉണ്ട്, ഗേൾസിന്റെ തന്നെ ഡ്രസ്. പിന്നെ എല്ലാം മെറ്റീരിയൽസ് വൈസ് നോക്കുമ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, വീണ്ടും വീണ്ടും എടുത്ത് പറയണതാ. ടീഷർട്ടുകളും ഉണ്ട്, ഷർട്ടുകളും ഉണ്ട്. കുഞ്ഞു കുഞ്ഞു ഗേൾസിന്റെ അയ്യടാ മെറ്റീരിയൽ സൂപ്പർ ട്ടോ. റിങ്കിൾഡ് ആ ഒരു മെറ്റീരിയൽ ഇല്ലേ, ഭയങ്കര 1 ഇയർ ആ സൈസ് ഒക്കെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അതും US പോളോ ബ്രാൻഡ്. ഓക്കെ. അപ്പോൾ ഇനി ഗേൾസിന്റെ തന്നെ ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സാ. സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ. ഇത് ഇത്തിരി വലിയ പെൺകുട്ടികളുടെ ജീൻസിനൊക്കെ പറ്റിയ ടോപ്പുകൾ, ഷിമ്മറി ടൈപ്പ് ആയിട്ടുള്ള പാർട്ടി വെയർ കളക്ഷൻ. കുറച്ചുകൂടി ഇങ്ങനെ എടുത്തിക്കതാ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷിമ്മറി കാണണമെങ്കിൽ. അപ്പോൾ ഷിമ്മറി ടൈപ്പ് ഉണ്ട്, കോട്ടൻ്റെ ഉണ്ട്, ജംപ് സൂട്ട് ഉണ്ട്, ഫ്രോക്ക് ആയിട്ടുണ്ട്, അതിന്റെ പല വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് കുട്ടികൾ പെൺകുട്ടികളുടെ ഒരു സെക്ഷൻ. ഇത് വലിയൊരു നമ്മൾ നേരത്തെ കാണിച്ചതാ. അത് ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു. ഇതും പെൺകുട്ടികളുടെ തന്നെയല്ല. അപ്പൊ നമുക്ക് ചെറിയ കുട്ടികൾക്കായി ഇതാ. ഇനി ഇപ്പൊ അപ്പൻ വിഷമിക്കില്ലേ,
അമ്മയുള്ളുണ്ട്. പോവാ നമുക്ക്. അപ്പോൾ അമ്മയും മക്കൾക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം പറയും എനിക്ക് ഇനി പോക്കറ്റിൽ കാശ് കുറവായിരിക്കും. അങ്ങനെയല്ല കേട്ടോ, പോന്നോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലേ. നമുക്ക് ഇപ്പോൾ ഒരാൾക്ക് എടുക്കുന്ന കാശ് കൊണ്ട് നമുക്ക് 3 ആൾക്ക് 4 ആൾക്ക് എടുക്കാമെന്ന്. അപ്പോൾ അത് മുകളിലത്തെ ഒരു സെക്ഷനിലാണ് വരുന്നത്. അപ്പോൾ പോവാം മുകളിലേക്ക്. പോവാം. എന്തോരം കളക്ഷൻസ് ഉള്ളത്. ഇനി ഫാമിലി ആയിട്ടൊന്ന് വരണം ഇങ്ങോട്ട്. അടിപൊളി കേട്ടോ. മുകളിലത്തെ സെക്ഷനിൽ എന്ന് പറയുമ്പോൾ മൊത്തം ജെൻസിനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ജെൻസിനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതാരും സെലക്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുള്ളതാണ് തോന്നുന്നുണ്ട്. നല്ല പൂക്കളായിട്ടുള്ളത് കസ്റ്റമറിനെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ കിട്ടുന്ന ഐറ്റംസ് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇതില് പാൻസ് ഉണ്ട്. പാൻസിൽ തന്നെ എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. ബ്രാൻഡിന്റെ പേരുകളൊന്നും പറഞ്ഞു. വാനൂസൻ ഉണ്ട്, അലൻസോളി ഉണ്ട്, LP ഉണ്ട്, സാറ ഉണ്ട്, അതേപോലെ തന്നെ ലിവൈസ്, എല്ലാ ഒട്ടുമിക്ക എല്ലാ കുറെ ബ്രാൻഡുകളുണ്ട്. അപ്പൊ ഓർമ്മയിൽ നിൽക്കുന്നില്ല, അതാണ് മെയിൻ. പക്ഷെ ഒക്കെ ബ്രാൻഡഡ് ഐറ്റംസ് ആണ്, സർപ്ലസ് ഐറ്റംസ് ആണ്. ഇനി ഇതിൽ എന്തൊക്കെ തരം പാൻസ്? ഫോർമലും ഉണ്ട്, കാഷ്വലും ഉണ്ട്. പിന്നെ ഇത്തിരി ഫ്രീക്ക് ആയിട്ടുള്ള ഇതേപോലത്തെ സ്ട്രൈപ്സ്, അങ്ങനത്തെ പാൻസ്, എല്ലാ ടൈപ്പ് മെൻസിലും ഉണ്ട്. ഇതേപോലെ പെൺകുട്ടികൾക്കുള്ളത് കണ്ടുട്ടോ നമുക്ക്, ടീനേജ് അതിന് തന്നെ മെൻസിനും ഉണ്ട്. അപ്പൊ ഹസ്ബൻഡ് വൈഫ് വരാണെങ്കിൽ സെറ്റ് ആയിട്ട് വരാം. അതെ, അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ. പിന്നെ ജീൻസിലും അതേപോലെ തന്നെ നാരോ ഫിറ്റ് ഉണ്ട്, ബാഗി ഫിറ്റ് ഉണ്ട്, സ്ക്രാച്ചസ് ഉള്ള ജീൻസ് ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ബ്രാൻഡുകളിലും ഉണ്ട്. ഇതിപ്പോ ജാക്ക് ആൻഡ് ജോൺസിന്റെ ആണ്, പാച്ചുള്ള ടൈപ്പ്. അടിപൊളിയോ. ഫ്ലൈയിങ് മെഷീൻ്റെ സൈസ് 28. മെൻസ് വെയറിൽ വരാൻ നേരത്ത് 28 തൊട്ട് 40 വരെ ഉണ്ട്. അപ്പൊ ഇതിന്റെ റേറ്റ് ഒന്ന് പറയാൻ പറ്റുമോ ഏകദേശം? ഒരു 890 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ജീൻസില് ബ്രാൻഡഡില് 890 മുതൽ മാക്സിമം ഒരു 1690 വരെ. അതിന്റെ ഉള്ളിൽ കിട്ടുന്ന ഐറ്റംസ് ആണ്. അതും റീറ്റെയിൽ ആണ് കേട്ടോ. സിംഗിൾ പീസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസും ഉണ്ട്. മടക്കിക്കോ, മടക്കിന് വശം. പിന്നെ ഇത് കാണുന്നത് ഇവിടെ മാത്രമല്ല കേട്ടോ, ഇത് കൂടാണ്ട് ഇത് ഫുൾ ആ ഒരു ബോട്ടം വെയറിന്റെ സെക്ഷനാണ്. വെച്ചാൽ ജീൻസിന്റെ സെക്ഷനാണ്, ബ്രാൻഡഡ് ഐറ്റംസിൽ തന്നെ വരുന്ന ഒരു കളക്ഷൻസ്. പിന്നെ നമുക്ക് കുറച്ചുകൂടി അടുത്തേക്ക് നോക്കാം. ഇവിടേക്ക് ഒന്ന് പിടിക്കണം. ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയും ടീഷർട്ടാണ്. മെൻസ് വെയറിൽ എല്ലാം ഉണ്ട്. മെൻസ് വെയറിൽ ഇപ്പൊ ഇന്ന സാധനം എന്ന് പറയാനില്ല, എല്ലാ ഐറ്റംസും നമ്മുടെ എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ് നടക്കുന്നത് അതൊക്കെ ഇവിടെ കിട്ടും. ടീഷർട്ട്, ജീൻസ്, ഷർട്ട്, 3/4 ട്രാക്ക് സൂട്ട്, എല്ലാം ഉണ്ട്. അത് കൂടാണ്ട് ബെൽറ്റ് വേണമെങ്കിൽ ബെൽറ്റ് വരെ ഉണ്ട്. ബെൽറ്റ് ബ്രാൻഡഡ് ആണോ? ബ്രാൻഡഡ് തന്നെ. അതും ബ്രാൻഡഡ് തന്നെയാണ്. അലൻസോളി, ലിവൈസ്, എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാം ബ്രാൻഡഡ്. ഇനി ബ്രാൻഡ് ഇല്ലാത്ത ഒരു സംഭവം ചോദിച്ചിങ്ങോട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷൻ ഫുൾ ടീഷർട്ട് ആണ്. അതിൽ കോളർ ജാക്കറ്റ്സ് ഉണ്ട്. ഇപ്പൊ വിന്റർ ജാക്കറ്റും ഉണ്ട്, അല്ലാണ്ട് നോർമൽ റൈഡിംഗ് ജാക്കറ്റ് ഉണ്ട്. എല്ലാ ടൈപ്പ് ജാക്കറ്റ്സ് തന്നെ. അതെ, അങ്ങനത്തെ ഐറ്റംസ് ഇവിടെ ചെത്താൻ പറ്റാന്നല്ല, എല്ലാവർക്കും എല്ലാരും ചെത്താനല്ലേ ആഗ്രഹിക്കണം. അങ്ങനെയുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ഇങ്ങോട്ട് പോകുന്നു. കാരണം അടിപൊളി ഡ്രസ് ഇട്ടാലല്ലോ ഒന്നുകൂടി ലുക്ക് കൂടുതൽ തോന്നിക്കുള്ളത്. അപ്പൊ ഇത് ഫുൾ ജാക്കറ്റിന്റെ ഒരു സെക്ഷനാണ് വരുന്നത്. അതിൽ ലെതറിന്റെ വരുന്നുണ്ട്, അങ്ങനെ വുളന്റെ വരുന്നുണ്ട്, പലതരം മെറ്റീരിയൽസിനുണ്ട്. ഡെനിമില് വരുന്നുണ്ട്. ഡെനിമില് അടിപൊളി കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി എൻ്റെ കെട്ടിയോനെ ഞാൻ മാറ്റിയെടുക്കാം. ആളും മുണ്ട് മാത്രം എടുക്കുള്ളൂ. ഇനി നമുക്ക് അടിപൊളിയാക്കി എടുക്കണം. ഓക്കെ, ഇത് ഫുൾ നമുക്ക് ജാക്കറ്റിന്റെ ഒരു സെക്ഷൻ. ബാഗ്സ് ഉണ്ട്, അതേപോലെ തന്നെ ബാഗുകളുണ്ട്. സാറയുടെയും ടോമിയുടെയും സീക്കയുടെ ഒക്കെ ബാഗുകളുണ്ട്. ഓ, അതും ഈ റേറ്റും പകുതി ആ റേഞ്ചൊക്കെ പകുതി താഴേക്ക് വരത്തുള്ളൂ. റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ 750 ഉള്ളി. ഇതിലൊക്കെ 750 ആ ഒരു റേഞ്ച് എന്ന് വെച്ചാൽ റേറ്റ് ഭയങ്കര റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊക്കെ ബാഗിൽ വരുന്ന സെക്ഷൻ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് നമുക്ക് പോകാം. ഇപ്പം തന്നെ ടാറ്റ പറയാൻ പിന്നെ ബാക്കിയുള്ളത് കാണിക്കാൻ പറ്റില്ല. പോണ നേരത്തെ എടുത്തിട്ട് പോകാം. ഇവിടെ വെച്ചോ. ക്യാപ്സ് ഉണ്ട്. ഞാൻ ഇന്നർ ഇല്ല എന്നാ വിചാരിച്ചോട്ടോ. ഇത് ഇന്നറും ഉണ്ട്. ലിവൈസിന്റെ സീക്കയുടെ ക്യാപ്പ് ഉണ്ട്. ഓക്കെ, ക്യാപ്സ് ഇങ്ങനത്തെ വേണമെങ്കിൽ ഈ ഒരു മോഡലും വരുന്നുണ്ട് കേട്ടോ, ക്യാപ്പിൽ തന്നെ. ഇതാ അങ്ങനെ പല മോഡൽസ്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് വാളറ്റ്സും വരുന്നുണ്ട്. അത് ബ്രാൻഡഡ് തന്നെയാണ്. അതൊന്ന് 2-3 വാളറ്റ്. ഇതിപ്പോ ലിവൈസിന്റെ ആണ്. ഇത് MRP വരുന്നത് 2000 ആണ്. 990 നമ്മൾ കൊടുക്കുന്ന റേറ്റ്. ഇതാ ഇങ്ങനെയാണ് ലിവൈസ്. സാറയുടെ വരുമ്പോൾ 450 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അത് കാർഡ് വാലറ്റും ഉണ്ട്, നോർമൽ വാലറ്റ്സും ഉണ്ട്. എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ലേഡീസിലുണ്ട് ഇതേപോലെ തന്നെ ബാഗ്സ്. ഇതേപോലത്തെ ബ്രാൻഡഡ് ഇത് സാറയുടെ ബാഗാണ്. അത് പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് അത് അറിയുള്ളൂ എങ്ങനെയാ ഇത് തുറക്കുക എങ്ങനെയാ അടയ്ക്കാന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ബാഗും വരുന്നുണ്ട്. ഒക്കെ ബ്രാൻഡഡ് ഐറ്റംസ് ലേഡീസിനും വരുന്നുണ്ട്, ജെന്റ്സിനും വരുന്നുണ്ട്. ഇനി ഇപ്പുറത്തെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ഷനിൽ വരുന്നത് ഹുഡീസ്, സ്വെറ്റ് ഷർട്ട് എല്ലാം. ആ ഒരു സെക്ഷൻ അതില് സൈസസ് ഇതിന്റെ സൈസ് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോ ലാർജ്, മീഡിയം അങ്ങനെ സെക്ഷൻ തിരിഞ്ഞാണ് ഇട്ടേക്കണത്. കുറച്ച് കളക്ഷൻസ് ഇതിലും തന്നെ. ഇതിന്റെ ഒക്കെ റേറ്റ് വരുമ്പോ ഏകദേശം എങ്ങനെയാ വരുന്നത്? ഇതിലും നമുക്ക് എത്ര തൊട്ട് എത്ര വരെ പോകും? ഇതില് 690 പോലെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 1000 വരെ. 1000 താഴെ വരുള്ളൂ. 950 ആ റേഞ്ച് ഒക്കെ വരുള്ളൂ. അത്രയ്ക്ക് വരുന്നുള്ളൂ ഹുഡീസിൽ കേട്ടോ. ഫ്രീ സൈസ് ആണെന്ന് തോന്നുന്നു ഇതൊക്കെ അല്ലേ? ഓക്കെ, സൈസ് വൈസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് സ്മോൾ മുതൽ XXL വരെ ഉണ്ട്, സൈസ് വരെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഹുഡീസിന്റെ ആ ഒരു സെക്ഷൻ വരുന്നത്. ഇതും ഹുഡീസിന്റെ വലിയ സൈസ് ആണ്. ഇത് XL ആണ്, XL, XXL അങ്ങനെ സൈസ് വൈസ് ആണ്. ഇത് ഹുഡീസിന്റെ, അത് സ്വെറ്റ് ഷർട്ട്, ഷർട്ടിന്റെ സെക്ഷൻ. ഹുഡീസിൽ തന്നെ രണ്ട് സൈഡ് പോക്കറ്റ് ആയിട്ട് വരുന്നത്, പോക്കറ്റ് ഇല്ലാത്തതുണ്ട്, ബാക്കില് ക്യാപ്പ് ആയിട്ട് വരുന്നത്, ക്യാപ്പ് ഇല്ലാത്തതും അങ്ങനെയൊക്കെ. ക്യാപ്പ് ഇല്ലാത്ത സ്വെറ്റ് ഷർട്ട് ആണ്, ഹുഡീസ് അല്ല. ഹുഡീസ് എന്ന് പറയുമ്പോൾ ഹുഡി തന്നെ. അത് സ്വെറ്റ് ഷർട്ട് വെച്ചിട്ടുണ്ട്. സ്വെറ്റ് ഷർട്ട് ഉണ്ട്. ഈ സെക്ഷൻ സ്വെറ്റ് ഷർട്ട് ആണ്. ഈ ഒരു സെക്ഷനിൽ ഇപ്പുറത്തെ സൈഡ് അല്ലേ? ഇതെല്ലാം സ്വെറ്റ് ഷർട്ട് ആണ്, അതെല്ലാം സ്വെറ്റ് ഷർട്ട് ആണ്. ഒക്കെ ബ്രാൻഡഡ് ആണ് കേട്ടോ ഈ കാണിക്കുന്നത് മൊത്തം. പിന്നെ ഇത് കൂടാണ്ട് ഇവിടെ സ്വെറ്റ് ഷർട്ട്സ് കൂടാണ്ട് ഇത് നമ്മൾ നേരത്തെ കണ്ടത് സ്ലീവ് ഉള്ളത്, ഇത് സ്ലീവ് ഇല്ലാത്തത് റൗണ്ട് നെക്കിന്റെ റാക്ക് ഉണ്ടാക്കണം. ഇതിപ്പോ ഹാങ് ചെയ്ത് വെക്കണത് അത് ഓരോ സൈസ് വൈസ് വെച്ചേക്കാം. ഇത് എന്നുവെച്ചാൽ സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. സ്റ്റോക്കിനൊന്നും ഒരു കുറവില്ല. എപ്പോ വേണേലും വന്നു. 10 മണി വരെ സമയമുണ്ട്. 10 മണിയിലത് 11 മണിയായാലും കുഴപ്പമില്ല, കാരണം ആൺകുട്ടികളാണ് മൊത്തം ഇവിടെ ഉള്ളത് അല്ലേ. അപ്പൊ അത് കാരണം ഒരു പ്രശ്നമില്ല. പിന്നെ വരുന്നത് അപ്പുറത്തെ സൈഡ്, ഇത് ഒക്കെ ആ ടീഷർട്ടിൽ പെടുന്നതല്ലേ? സ്വെറ്റ് ഷർട്ടില് സൈസ് വൈസ് ആണ്, ML, XL അങ്ങനെ സൈസ് ആയിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വരാം നമുക്ക്. ഇപ്പുറത്തെ സൈഡിൽ എന്താ? ഷർട്ടാണ്. ഇത് മെൻസിൽ തന്നെ കാർഗോസ് ഉണ്ട്, ട്രാക്ക് സൂട്ട് ഉണ്ട്. അതൊന്ന് 2-3 ഒന്ന് കാണിച്ചു തരാം. ട്രാക്ക് പാന്റ് കേട്ടോ. ഇതിപ്പോ അഡിഡാസിന്റെ ആണ്. ഇത് എത്ര റേറ്റ് വരുന്നേ? ഇത് 2500, അതായത് 6000 രൂപയുടെ ട്രാക്ക് സൂട്ട് ആണ്. പകുതി വിലക്ക്, അതും ബ്രാൻഡഡിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതില് നമുക്ക് ട്രാക്ക് പാന്റ്സ് വരുന്നുണ്ട്. അത് കൂടാണ്ട് ബാഗ്, ഇത് മറ്റേ ഇത് കാണിക്കും, കാർഗോസ്. ഇത് അത് മതി, ഇതൊക്കെ വേണ്ട. കാർഗോ കാണിക്കും. അതിൽ കളേഴ്സ് ഉണ്ട്. ജാക്ക് ആൻഡ് ജോൺസന്റെ ഉണ്ട്, സാറയുടെ ഉണ്ട് കാർഗോസ്. ഇതിനൊക്കെ എങ്ങനെയാ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത്? ഒരു 400-600. കാർഗോസിൽ വരുമ്പോ 890 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ട്രാക്ക് സൂട്ടില് 490 മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നത്. അപ്പൊ സൈസിനനുസരിച്ചിട്ട് മാറ്റം വരില്ലേ? അതൊക്കെ കാർഗോന്റെ അതിൽ കളർ സൈസിലല്ല, ബ്രാൻഡിലനുസരിച്ചാണ് മാറ്റം വരുന്നത്. പിന്നെ ഓരോന്നിന്റെ MRP അനുസരിച്ച് റേറ്റ് ഡിഫറൻസ് വരുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞു. ഇനി ഷർട്ടുകളുടെ എങ്ങനെയാ വരുന്നത്? ഷർട്ടും സ്മോൾ മുതൽ XXL വരെ. XXL അല്ല, അതിന് മേളിലൊക്കെ ഉണ്ട്, 7XL വരെ ഉണ്ട്. എന്തൊരു സോഫ്റ്റ് ആണോ ഇത് മെറ്റീരിയൽ. പോലെ ഫീൽ ചെയ്യില്ല, അതേപോലത്തെ മെറ്റീരിയൽ. റയോൺ ആണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിലുള്ളതാണ്. അത് സാറയുടെയും എല്ലാ ബ്രാൻഡുകളിലും ഉണ്ടാവും. അത് സാറ ബ്രാൻഡിന്റെ ആണ് കേട്ടോ ഇപ്പൊ ഞാൻ എടുത്ത് കാണിക്കുന്നത് മൊത്തം. ഇതാ ഷർട്ടുകൾ. അപ്പൊ ഷർട്ടുകൾ തന്നെ കുറെ ചെക്സിലുണ്ട്, ചെക്ക് അല്ലാത്തതിന് പ്രിന്റ് ഉണ്ട്. പറയൂ. ഫോർമൽ ഉണ്ട്, ഡെനിം ഉണ്ട്, എല്ലാം ഉണ്ട്. ഫ്രീക്ക് ഐറ്റംസും ഉണ്ട്, ഒഫീഷ്യലും ഉണ്ട്. ഓഫീസ് അങ്ങനത്തെ ഫോർമൽ ഷർട്ട് ഉണ്ട്. ഇപ്പൊ അലൻസോളിയുടെ, ആരോടെ ഒക്കെ ഫോർമൽ ഷർട്ടുകളുണ്ട്. ഇതിപ്പോ ആരോടെ ഷർട്ടാണ്. ഇത് സെമി ഫോർമൽ ടൈപ്പ് ആണ്. ഫോർമൽ, പക്ക ഫോർമലും ഉണ്ട്. ആരോ ബ്രാൻഡ്. ഇത് ലിവൈസിന്റെ ആണ്, ഫോർമൽ ടച്ച് ഷർട്ട് ആണ്. ഫോർമലും വരുന്നുണ്ട്, അപ്പൊ ഫോർമൽ അല്ലാത്തതും വരുന്നുണ്ടല്ലേ? അതെ. ഓക്കെ, ഇതാ. അപ്പൊ കോളർ മറ്റേ ടൈപ്പ് കോളർ ആയിട്ടുള്ള അത് ബ്രാൻഡഡിൽ വരുന്നുണ്ട്. ചൈനീസ് കോളർ അല്ല, ക്യൂബിക് കോളർ. ക്യൂബൻ കോളർ ഉണ്ട്. ഇപ്പൊ നോക്കിയത് അത് ക്യൂബൻ ആണ്. ഇതൊക്കെ ക്യൂബൻ കോളർ ആണ്. ക്യൂബൻ കോളർ അതും നല്ല അടിപൊളി സൈസ് ആണല്ലോ. ഇതിന്റെ സൈസ് എക്സ്ട്രാ ലാർജ്. ഇതിപ്പോ XL ആണ്. XL ഭയങ്കര സൈസ് വലിപ്പമുണ്ട് കേട്ടോ. അല്ലേ? അത് നമ്മൾ ചെക്ക് ടൈപ്പും പ്ലെയിനും പ്രിന്റഡും അത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സെക്ഷനിൽ കണ്ടോ? ഈ സെക്ഷന് ചെക്ക് വരുന്നത് ഇവിടെ പ്ലെയിൻ, ഫോർമൽ, അങ്ങനെ ഓരോരോ സെക്ഷൻ വൈസ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ അത് ഓരോരോ സൈസ് ആണ്, മീഡിയം, ലാർജ്, XL. ഓക്കേ, പക്ഷേ ഒക്കെ സാറ ബ്രാൻഡഡ് ആണ്. എല്ലാ ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. കൂടുതൽ സാറയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പിന്നെ US പോളോ അങ്ങനെ ഒരുവിധ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഒക്കെ കിട്ടുന്നത് നമുക്ക് ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. ഇനി ഒന്നുകൂടി ലൊക്കേഷൻ പറയുകയാണെങ്കിൽ, ലൊക്കേഷൻ വരുന്നത് നമുക്ക്
ഹൈവേയിൽ തന്നെ നിയർ ക്ലബ് NH ഹൈവേ പാലാരിവട്ടം. അങ്ങനെ പറയണത് എറണാകുളത്ത് പാലാരിവട്ടം ഈ പല സ്റ്റേറ്റിലേക്ക് പോണത് കാരണം ഏത് സ്ഥലം എന്ന് അറിയണ്ടേ. അപ്പൊ നമുക്ക് കേരളത്തിലെ എറണാകുളത്ത് പാലാരിവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഫ്ലൈ ഓവർ ഉണ്ട്. ഫ്ലൈ ഓവർ തൊട്ടടുത്തായിട്ടാണ് ലിനൻ ക്ലബിന്റെ തൊട്ട് ചേർന്നോട്. പക്ഷെ പുറമേ നമ്മൾ ഇപ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ നമുക്ക് ഈ കട കാണാൻ പറ്റും. മെയിൻ റോഡിൽ തന്നെയാണ് വരുന്നത്. കാണുമ്പോൾ ചെറിയൊരു കടയായിട്ട് നമുക്ക് പുറമേ നിന്ന് തോന്നും, പക്ഷെ ചെറിയൊരു കടയൊന്നുമല്ല കേട്ടോ. വന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷറിയസ് ഫീലാണ്. എല്ലാ സൈസ് എല്ലാ ഗേൾസും കിഡ്സും ജെന്റ്സും എല്ലാ ഐറ്റംസും പുറമെ കാണുമ്പോൾ അവർ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നത് ജെന്റ്സിന്റെ ആണ്. പക്ഷെ കാണുമ്പോൾ ഇതെന്താ ആണുങ്ങളുടെ എല്ലാം വെച്ചിട്ടില്ല. ഉണ്ട് ഇപ്പോഴാട്ടോ. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ആണുങ്ങൾ മാത്രമേ പക്ഷെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇത് ആണുങ്ങളുടെ കടയാണല്ലോ. പിന്നെ വന്ന് കയറിയപ്പോൾ ഭയങ്കര മനസ്സിലൊരു സന്തോഷം. എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതും അഫോർഡബിൾ റേഞ്ചിന്. അതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. ഷോപ്പ് വരുന്നത് 10 to 10 ആണ്. ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും നിങ്ങൾ വീഡിയോ കോൾ ചെയ്ത് ശല്യപ്പെടുത്തിക്കോ, അവരെന്തായാലും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. കൊടുക്കണം കേട്ടോ. കാരണം ഈ കണ്ടെന്നൊക്കെ വരികയാണെങ്കിൽ അവർക്ക് നേരിട്ട് വരാൻ പറ്റില്ലല്ലോ. ബ്രാൻഡഡ് വേണം. കുറച്ചും കൂടി സെലക്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെ മുംബൈ നിന്നൊക്കെ ഇവിടെ വരെ വരാൻ പറ്റുമോ? അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് കൊടുക്കണ്ടേ? അപ്പൊ കൊടുത്തോളൂ കേട്ടോ. തരും വിഷമിക്കണ്ട. അപ്പൊ ഇതുപോലെ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ. താങ്ക് യു. വെൽക്കം.